Hi friends, നമ്മൾ ഇന്ന് NCERT അൺലോക്കിന്റെ ഒരു പുതിയ ചാപ്റ്റർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. ഏതാ ചാപ്റ്റർ? മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നുള്ള ഒരു കുഞ്ഞു ചാപ്റ്റർ അല്ലേ. നമ്മൾ മൂവിങ് ചാർജസ്, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മൂവിങ് ചാർജസ് മാഗ്നറ്റിസം കഴിഞ്ഞു. അടുത്ത ചാപ്റ്ററാണ് ഏത് മക്കളെ? മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നുള്ള ചാപ്റ്റർ. നമുക്ക് നീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 2 questions, 1 or 2 questions എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. അത്യാവശ്യം നീറ്റിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ ഏത്? മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ അൺലോക്കിന്റെ ഈ ഒരു സെക്ഷനിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്യും? NCERT സമ്മറി പോയിന്റ്സ് ഡിസ്കസ് ചെയ്യും, പോയിന്റ്സ് ടു പോയിന്റ് ഡിസ്കസ് ചെയ്യും, അതുപോലെ NCERT സോൾവ്ഡ് എക്സാമ്പിൾസും എക്സസൈസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് എന്തിലോട്ട് പോവാം? സമ്മറിയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തരാ? നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇനി എന്തിലോട്ട് പോവാം? സമ്മറിയിലോട്ട് പോവാണ്. സമ്മറിയിലെ ഫസ്റ്റ് പോയിന്റ് നോക്കി, ഇത് സയൻസ് ഓഫ് മാഗ്നറ്റിസം ഈസ് ഓൾഡ്. മാഗ്നറ്റിസത്തിന്റെ സയൻസ് എന്ന് പറയുന്നത് എന്താ? ഓൾഡ് ആണ്. ഇറ്റ് ഹാസ് ബീൻ നോൺ സിൻസ് ഏഷ്യൻ ടൈംസ്. അതായത് നമുക്ക് ഏഷ്യൻ ടൈംസ് തൊട്ട് നമുക്ക് മാഗ്നറ്റിസത്തെ പറ്റി അറിയാം. എന്താണ്? ഇത് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ടെൻഡ് ടു പോയിന്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. മാഗ്നറ്റിക് മെറ്റീരിയൽസ് എപ്പോഴും പോയിന്റ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിൽ നിൽക്കാനാണ്? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കാൻ എപ്പോഴും മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് അലൈൻ ചെയ്ത് നിൽക്കാൻ. ഇനി ലൈക്ക് മാഗ്നറ്റിക് പോൾസ് റിപ്പൽ. ലൈക്ക് മാഗ്നറ്റിക് പോൾസ് എപ്പോഴും എന്ത് ചെയ്യും മക്കളെ? റിപ്പൽ ചെയ്യും. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചപ്പോൾ പറഞ്ഞ ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജസ് അട്രാക്ട്. അതുപോലെ ലൈക്ക് ആയിട്ടുള്ള നോർത്ത് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. സൗത്ത് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ആ സമയത്ത് അൺലൈക്ക് മാഗ്നറ്റിക് പോൾസ് നോർത്ത് സൗത്ത് ആണെങ്കിൽ അത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് പറയാം ലൈക്ക് പോൾസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് മാഗ്നറ്റിക് പോൾസ് അട്രാക്ട്. ആൻഡ് കട്ടിംഗ് എ ബാർ മാഗ്നറ്റ് ഇൻ 2 leads into cutting a bar magnet into 2 leads to 2 smaller magnets. ഒരു ബാർ മാഗ്നറ്റിനെ കട്ട് ചെയ്യുക. ഇപ്പൊ ഇതൊരു ബാർ മാഗ്നറ്റ്, നോർത്തും സൗത്തും ഉണ്ട്. ഇതിനെ ഞാൻ കട്ട് ചെയ്ത് എന്ത് ചെയ്യണം? അത് 2 ബാർ മാഗ്നറ്റ് ആയിട്ട്, 2 സ്മാൾ ബാർ മാഗ്നറ്റ് ആയിട്ട് മാറും. ഇതിനും ഒരു നോർത്ത് സൗത്ത് കാണും, ഇതിനും ഒരു നോർത്ത് സൗത്ത് കാണും. അപ്പൊ നമുക്ക് എന്ത് പറയാം? മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യത്തില്ലെന്ന് പറയാം. ഒരു മാഗ്നറ്റിക് മോണോപോൾ, ഇതിപ്പോ കട്ട് ചെയ്താൽ ഇത് നോർത്ത് ആയിട്ടുള്ള ഒരു മാഗ്നറ്റും ഇത് സൗത്ത് ആയിട്ടുള്ള മാഗ്നറ്റ് അങ്ങനെ എക്സിസ്റ്റ് ചെയ്യത്തേ ഇല്ല. ഒരു ബാർ മാഗ്നറ്റ് കട്ട് ചെയ്താൽ അത് എന്ത് ചെയ്യണം? പുതിയ ഒരു കുഞ്ഞി ബാർ മാഗ്നറ്റ് ആയിട്ട് മാറും, നോർത്തും സൗത്തും ഉള്ളത്. സോ നമുക്ക് പറയാം മാഗ്നറ്റിക് പോൾസ് കനോട്ട് ബി ഐസൊലേറ്റഡ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യത്തില്ലെന്ന് പറയാം. നെക്സ്റ്റ് പോയിന്റ് നോക്കി, when a bar magnet of dipole moment M is placed in a uniform magnetic field B. ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, അതിന്റെ ഡൈപോൾ മൊമെന്റ് എത്രയാണ്? M ആണ്. അത് ഞാൻ എന്ത് ചെയ്യാം മക്കളെ? ഞാൻ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബിയിൽ പ്ലേസ് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ പ്ലേസ് ചെയ്താൽ അവിടുത്തെ ഫോഴ്സ് എത്രയായിരിക്കും എന്നറിയാമോ? 0 ആയിരിക്കും. അവിടുത്തെ ഫോഴ്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി അവിടുത്തെ ടോർക്ക് എത്രയായിരിക്കും? ടോർക്ക് ഓൺ ഇറ്റ് ഈസ് M ക്രോസ് B. ടോർക്ക് എത്രയായിരിക്കും? M ക്രോസ് B ആയിരിക്കും. അപ്പൊ ഫോഴ്സ്, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഒരു ബാർ മാഗ്നറ്റ് വെച്ചാൽ ആ ബാർ മാഗ്നറ്റിൽ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ടോർക്ക് എന്തായിരിക്കും? M ക്രോസ് B ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് പറയാം MB sin തീറ്റ എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. MB sin തീറ്റ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത നോക്കിയേ, ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നോട്ട് ചെയ്യണം. എത്രയാണ്? -m.b. പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? -m.b. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -a.b എന്ന് പറഞ്ഞാൽ എന്താ? AB cos θ ആണ്. അപ്പൊ m.b എന്ന് പറയുമ്പോൾ MB cos θ. പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? MB cos θ. ഇത് 3 അറിഞ്ഞിരിക്കുക. ഫോഴ്സ് 0 ആയിരിക്കും അതിൽ എക്സെർട്ട് ചെയ്യുന്ന. ടോർക്ക് എന്തായിരിക്കും? MB sin θ അല്ലെങ്കിൽ M ക്രോസ് B ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? -m.b അല്ലെങ്കിൽ -MB cos θ. Where we choose the zero of energy at the orientation when M is perpendicular to B. M Bക്ക് പെർപെൻഡിക്കുലർ ആണ്. മാഗ്നറ്റിക് മൊമെന്റ് മാഗ്നറ്റിക് ഫീൽഡിന് എന്താണ്? പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടുത്തെ തീറ്റയുടെ വാല്യൂ എത്ര വരും? 90 വരും. cos 90 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എത്ര വരും മക്കളെ? 0 ആവും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കി, consider a bar magnet of size L and magnetic moment M at a distance r from its midpoint, where r is very much greater than L. The magnetic field B due to this bar is. അതായത് ഒരു ബാർ മാഗ്നറ്റ് എടുക്കുക, അതിന്റെ സൈസ് എന്താണ്? ലെങ്ത് L ആണ്, അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് M ആണ്. അതിന്റെ മിഡ് പോയിന്റിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ക്വസ്റ്റ്യൻ. മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും? അതിന്റെ ഇക്വേഷനാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ആ എടുക്കുന്ന പോയിന്റ് ഒരു ആക്സിസിലാണെങ്കിൽ, ആ ഒരു r ഡിസ്റ്റൻസ് ആക്സിസിൽ ഇരിക്കുന്ന പോയിന്റ് ആണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ത്? B is equal to μ0/2π m/r³ എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക അതിനെ? B is equal to μ0/4π into 2m/r³ എന്നൊക്കെ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ 2ഉം 2ഉം വെട്ടുമ്പോഴാണ് എന്ത് വരുന്നത്? μ0/2π into m/r³ എന്ന് കിട്ടുന്നത്. ഇതൊരു ആക്സിസിൽ ആ പോയിന്റ് എങ്കിലാ. ഇനി ഇക്വറ്റോറിയൽ അലോങ് ആണ് ആ പോയിന്റ് എങ്കിൽ നമുക്ക് എന്ത് പറയാം ഇക്വേഷൻ? B is equal to -μ0/4π into m/r³ എന്ന് പറയാം. B is equal to -μ0/4π into m/r³. ഇനി ആക്സിസിലാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? സൗത്ത് ടു നോർത്ത് ആയിരിക്കും. ആ സമയത്ത് നമ്മുടെ ഇക്വറ്റോറിയലാണെങ്കിൽ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നോർത്ത് ടു സൗത്ത് ആയിരിക്കും. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത പോയിന്റ്,
ഓക്കെ, ഇനി നമ്മുടെ പോയിന്റ് 3 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. പോയിന്റ് 4, ഗോസസ് ലോ ഫോർ മാഗ്നെറ്റിസം സ്റ്റേറ്റ്സ് ദാറ്റ് ദ നെറ്റ് മാഗ്നെറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് സീറോ. ഗോസസ് ലോ ഫോർ മാഗ്നെറ്റിസം എന്താ പറയുന്നതെന്നാ? എന്താ ഗോസസ് ലോ ഫോർ മാഗ്നെറ്റിസം? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു ഗോസസ് ലോ പഠിച്ചായിരുന്നല്ലേ? ഫ്ലക്സ് എന്ന് പറയുന്നത് 1/0 ഇൻറ്റു ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ആണെന്നൊക്കെ. അപ്പോൾ മാഗ്നെറ്റിസത്തിലെ ഗോസസ് ലോ എന്താണെന്നാ പറയുന്നത്? ഗോസസ് ലോ ഫോർ മാഗ്നെറ്റിസം സ്റ്റേറ്റ്സ് ദാറ്റ് ദ നെറ്റ് മാഗ്നെറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് സീറോ. ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടെ ഉള്ള നെറ്റ് മാഗ്നെറ്റിക് ഫ്ലക്സ് എത്രയായിരിക്കും എന്നാ പറയുന്നത്? 0 ആയിരിക്കും എന്നാണ് എന്ത് പറഞ്ഞത്? ഗോസസ് ലോ ഫോർ മാഗ്നെറ്റിസത്തിൽ പറയുന്നത്. ഇങ്ങനെ നമുക്ക് പറയാം, 5b = സിഗ്മ ഓൾ ഏരിയ എലിമെന്റ് ഡെൽറ്റ എസ് = 0. ഓക്കെ അല്ലേടാ? ഈ ഒരു കണ്ടീഷനിൽ ഗോസസ് ലോ ഫോർ മാഗ്നെറ്റിസം എന്ത് ചെയ്യാൻ അറിഞ്ഞിരിക്കാം. അടുത്ത 5th പോയിന്റ്. എന്താ 5th പോയിന്റിൽ പറയുന്നത്? കൺസിഡർ എ മെറ്റീരിയൽ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നെറ്റിക് ഫീൽഡ് B0. ഒരു മെറ്റീരിയൽ കൺസിഡർ ചെയ്യാം, അത് എവിടെ ഇരിക്കുകയാണ്? എക്സ്റ്റേണൽ മാഗ്നെറ്റിക് ഫീൽഡ് B0. എക്സ്റ്റേണൽ മാഗ്നെറ്റിക് ഫീൽഡ് B0 ഇരിക്കുകയാണ്. ഇത് മാഗ്നെറ്റിക് ഇന്റൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ്, അവിടെ ഉള്ള മാഗ്നെറ്റിക് ഇന്റൻസിറ്റി, ആ ലെറ്റർ ആണ് H. ആ മാഗ്നെറ്റിക് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എത്രയെന്ന് പറയാം? B0/μ0ക്ക് ഈക്വൽ ആണെന്ന് പറയാം. മാഗ്നെറ്റിക് ഇന്റൻസിറ്റി ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് H എന്താണ്? B0/μ0ക്ക് ഈക്വൽ ആയിരിക്കും. ഇനി ഇത് മാഗ്നറ്റൈസേഷൻ M, മാഗ്നറ്റൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് M. ആ മാഗ്നറ്റൈസേഷൻ ഓഫ് ദി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മാഗ്നെറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയത്തെ വിളിച്ച പേരാണ് എന്താ? മാഗ്നറ്റൈസേഷൻ M എന്ന് വിളിക്കുന്നത്. മാഗ്നറ്റൈസേഷൻ M എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ആണ്. അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? M എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാം. ഇനി ആ ഒരു മെറ്റീരിയലിലൂടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് അറിയാവോടാ? B = μ0 × H+M ന് ഈക്വൽ ആയിരിക്കും. B = μ0 × H+M ന് ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു മെറ്റീരിയൽ നമ്മൾ എക്സ്റ്റേണൽ മാഗ്നെറ്റിക് ഫീൽഡ് B0 എന്ത് ചെയ്യുന്നു? ഒരു മെറ്റീരിയൽ കൺസിഡർ ചെയ്യുന്നു. അവിടെയുള്ള മാഗ്നറ്റിക് ഇന്റൻസിറ്റി H എന്ന് പറഞ്ഞാൽ എന്താണ്? B0/μ0ക്ക് ഈക്വൽ ആണ്. അവിടുത്തെ മാഗ്നറ്റൈസേഷൻ M എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ആണ്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് B യെ നമുക്ക് എന്ത് പറയാം? B = μ0 × H+M എന്ന് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത പോയിന്റ്. പോയിന്റ് നമ്പർ 6, ഫോർ എ ലീനിയർ മെറ്റീരിയൽ M = chi/h. ഒരു ലീനിയർ മെറ്റീരിയലിൽ നമുക്ക് പറയാം M, മാഗ്നറ്റൈസേഷൻ M എന്ന് പറയുന്നത് chi/h ന് ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദാറ്റ് B = μh. അവിടെ നമുക്ക് ബിക്ക് ഒരു പറയാം, മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറഞ്ഞാൽ അത് μh ന് ഈക്വൽ ആയിരിക്കും. ഇവിടെ കൈ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? കൈ ഈസ് കാൾഡ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് ദി മെറ്റീരിയൽ. ആ ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി വിളിച്ച പേരാണ് എന്ത്? കൈ എന്ന് പറയുന്നത്. ഇത് 3 ക്വാണ്ടിറ്റീസ്. ഇനി നമുക്ക് ഈ 3 ക്വാണ്ടിറ്റീസ് കൈയും റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിബിലിറ്റി μr-ഉം മാഗ്നറ്റിക് പെർമിബിലിറ്റി μ, അവരെ നമുക്ക് എന്ത് ചെയ്യാം? റിലേറ്റ് ചെയ്യാം. എങ്ങനെ റിലേറ്റ് ചെയ്യാം? μ എന്താണ്? μ0 × μr ആണ്. അല്ലെങ്കിൽ μr കൈയിൽ റിലേഷൻ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? μr = 1 + കൈ എന്ന് പറയാം. കൈ എന്താണ്? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആണ്. μr എന്താണ്? റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിബിലിറ്റി ആണ്. അപ്പൊ μr = 1 + കൈ, അല്ലെങ്കിൽ μ എന്ത് വരും? μ0 μr എന്ന് വരും. പോയിന്റ് നമ്പർ 7, മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ്. മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാന്ന് പറയുന്നത്? നമുക്ക് മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? ഡയാമാഗ്നറ്റിക് ഉണ്ട്, പാരാമാഗ്നറ്റിക് ഉണ്ട്, ഫെറോ മാഗ്നറ്റിക് ഉണ്ട്. ഇനി ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അവിടെ കൈയുടെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവും സ്മാളും ആയിരിക്കും. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ കൈയുടെ വാല്യൂ എന്തായിരിക്കും മക്കളെ? നെഗറ്റീവ് സ്മാളും ആയിരിക്കും. പാരാമാഗ്നറ്റിക് ആവുകയാണെങ്കിലോ? പാരാമാഗ്നറ്റിക് ആണെങ്കിൽ കൈയുടെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് സ്മാളും ആയിരിക്കും. ഇനി ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ ഇറ്റ് ഹാവ് ലാർജ് കൈ വാല്യൂ. കൈയുടെ വാല്യൂ എന്തായിരിക്കും? വെരി ലാർജ് ആയിരിക്കും, അല്ലെങ്കിൽ ലാർജ് ആൻഡ് പോസിറ്റീവ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ആർ ക്യാരക്ടറിസ്ഡ് ബൈ നോൺ ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ ബി ആൻഡ് എച്ച് തമ്മിലുള്ള നോൺ ലീനിയർ റിലേഷൻ കൊണ്ടാണ്. അപ്പൊ മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ നമുക്ക് ഇനി അവരെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ടേബിൾ ആക്കി പഠിച്ചേക്കണം കേട്ടോ. അവർ നമുക്ക് ഒരുപാട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ആ വ്യത്യാസങ്ങളെല്ലാം μr-ന്റെയും ഒക്കെ വാല്യൂല്, പിന്നെ വീക്ക്ലി അട്രാക്ട് ആണോ, വീക്ക്ലി റിപ്പൾഡ് ആണോ, അതെല്ലാം വെച്ചൊരു ടേബിൾ ആക്കി അത് പഠിച്ചു വെക്കണം. ഇവിടെ നമ്മൾ കൈയുടെ വാല്യൂ വെച്ച് പറയാണ്. ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ കൈയുടെ വാല്യൂ നെഗറ്റീവ് സ്മാളും ആയിരിക്കും. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ കൈയുടെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് സ്മാളും ആയിരിക്കും. ഫെറോ മാഗ്നറ്റിക് ആകുമ്പോൾ കൈയുടെ വാല്യൂ എന്തായിരിക്കും മക്കളെ? വെരി ലാർജ് ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, പോയിന്റ് നമ്പർ 8. Substances which at room temperature retain their ferromagnetic property for a long period of time are called permanent magnets.
എന്താണ് പെർമനന്റ് മാഗ്നറ്റ്സ് എന്നാ പറയുന്നത്. എന്താ പെർമനന്റ് മാഗ്നറ്റ്സ്? അതായത് റൂം ടെമ്പറേച്ചറിൽ ചില സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, അവരുടെ ഫെറോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ റീറ്റെയിൻ ചെയ്യും. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ വിളിച്ച പേരായിരുന്നു എന്ത്, പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന്. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ വിളിച്ച പേരായിരുന്നു എന്ത് മക്കളെ, പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ സമ്മറി പോയിന്റ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ സമ്മറിയിൽ നമ്മുടെ ആ ഒരു ചാപ്റ്ററിന്റെ ഫുൾ ഐഡിയ എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഒരു ഫുൾ ഐഡിയ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പൊ എന്താണ്, മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി നോർത്ത് സൗത്ത് ആണ് അലൈൻ ചെയ്യുന്നത്. മാഗ്നറ്റിക് പോൾസ്, ലൈക്ക് പോൾസ് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അൺലൈക്ക് പോൾസ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. മാഗ്നറ്റിക് പോൾസ് എന്ത് ചെയ്യില്ല, ഐസൊലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫോഴ്സ് ഓൺ ഇറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ടോർക്ക് എന്ന് പറയുന്നത് M ക്രോസ് B ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈനസ് M ഡോട്ട് B ആയിരിക്കും. ഇനി ആക്സിസിലെ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ, ഇക്വറ്റോറിയലിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസം. എന്താ, ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി നമുക്ക് മാഗ്നറ്റിക് ഇന്റൻസിറ്റി H എന്ന് പറഞ്ഞാൽ എന്താ, B0/μ0 ആണ്. നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറഞ്ഞാൽ μ0 × H+m ആണ്. പിന്നെ അവിടെ കൈയും എമ്മും എച്ചും തമ്മിലുള്ള റിലേഷൻ, റിലേറ്റീവ് പെർമിബിലിറ്റിയും കൈയും തമ്മിലുള്ള റിലേഷൻ, ആ റിലേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ്, μr = 1 + chi. ഇനി മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്. അവരുടെ കൈയുടെ വാല്യൂസ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എന്താ മക്കളെ, പെർമനന്റ് മാഗ്നറ്റ്സ്. അപ്പൊ നമ്മുടെ സമ്മറിയിലെ പോയിന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്തിലോട്ട് വരുവാണ്, നമ്മുടെ ഒരു ടേബിൾ ഉണ്ട് NCERT അല്ലേ, ആ ടേബിളിലോട്ട് വരുവാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ടേബിളിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയുള്ള, പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതാണ് നമ്മുടെ ഫസ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അവിടുത്തെ സിമ്പിൾ എന്താണ്, μ0 ആണ്. അതിൽ എന്ത് ക്വാണ്ടിറ്റിയാണ് മക്കളെ, സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഡയമെൻഷൻ എന്താ, mL/T⁻², A⁻². യൂണിറ്റ് എന്താണ്, ടെസ്ല മീറ്റർ A⁻−1. ഇനി റിമാർക്സ് നമുക്ക് എന്താ പറയുക, μ0/4π എന്ന് പറഞ്ഞാൽ 10⁻⁻⁷ ഈക്വലാന്ന് നമുക്ക് പറയാം. ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഈ 3 ക്വാണ്ടിറ്റീസ് എടുക്കുകയാണെങ്കിൽ സിമ്പിൾ എന്താണ്, B ആണ്. നേച്ചർ എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡയമെൻഷൻ എന്താ, mT⁻², A⁻−1. ഇനി ഇതിന്റെ യൂണിറ്റ് എന്താണ്, ടെസ്ലയാണ്. റിമാർക്സ് നമുക്ക് പറയാം 10⁴ ഗോസ് എന്ന് പറഞ്ഞാൽ എന്താ, 1 ടെസ്ലയാണ്. 1 ടെസ്ല അല്ലെങ്കിൽ 10⁻⁻4 ഗോസ് എന്താ 1 ടെസ്ലയാണ്. 10⁻⁻4 ടെസ്ലയാണ് ഒരു ഗോസ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണെങ്കിൽ B വെച്ച് നമുക്ക് പറയാം. ഇനി മാഗ്നറ്റിക് മൊമെന്റ് ആണെങ്കിൽ സിമ്പിൾ എന്താ, കുഞ്ഞ് m ആണ്. അതും എന്ത് ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷൻ ഉണ്ട്, വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡയമെൻഷൻ എന്താണ്, L⁻²a ആണ്. യൂണിറ്റ്സ് എന്താണ്, ആംപിയർ മീറ്റർ സ്ക്വയർ. ഇനി അടുത്ത് നോക്കി, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ അതെന്താ മക്കളെ, 5B ആണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലേ. മാഗ്നറ്റിക് മൊമെന്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, കുഞ്ഞമ്മല്ലേ, കുഞ്ഞമ്മാണ്. അതെന്താ, വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇനി അതിന്റെ ഡയമെൻഷൻ നോക്കി, ഇവിടെ എന്ത് കൊടുത്തിട്ടുള്ള, L⁻²a. അതെന്താ മക്കളെ, തെറ്റാണ്. നമ്മുടെ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയമെൻഷൻ എന്താടാ, L²a ആണ്. NCERT-ൽ ഒരു മിസ്റ്റേക്ക് പറ്റിയതാട്ടോ, നമ്മളത് ശ്രദ്ധിക്കണം. എന്താണ് നമ്മുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, L²a ആണ് എന്ത് മക്കളെ, മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയമെൻഷൻ. ഇനി അതിന്റെ യൂണിറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ആംപിയർ മീറ്റർ സ്ക്വയർ. അടുത്ത മാഗ്നറ്റിക് ഫ്ലക്സ് എടുക്കുകയാണെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എന്താ, 5B. എന്ത് ക്വാണ്ടിറ്റിയാണ്, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഡയമെൻഷൻ എന്താണ്, mL²T⁻², A⁻−1 ആണ്. യൂണിറ്റ് എന്താ, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ആകുമ്പോൾ വെബർ ആണ്. ഇനി റിമാർക്സ് നമുക്ക് പറയാം, വെബർ = ടെസ്ല മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത്, അതായത് വെബർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഈക്വലാണ്, ടെസ്ല മീറ്റർ സ്ക്വയർ യൂണിറ്റ് ഈക്വലാണ്. അടുത്ത മാഗ്നറ്റൈസേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ M ആണ്. അതും എന്ത് ക്വാണ്ടിറ്റിയാണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇനി അതിന്റെ ഡയമെൻഷൻ എന്താ, L⁻−1a ആണ്. ഇനി യൂണിറ്റ് എന്താ മക്കളെ, A മീറ്റർ ഇൻവേഴ്സ് ആണ്. റിമാർക്സ് നമുക്ക് എന്താ പറയാം, മാഗ്നറ്റൈസേഷൻ M = മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയാം. മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്ത മാഗ്നറ്റിക് ഇന്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താ, സിമ്പിൾ എന്താ, H ആണ്. മാഗ്നറ്റിക് ഇന്റൻസിറ്റി ആയിക്കോട്ടെ, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അതെന്താണ്, റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ H ആണ്. അതും എന്ത് ക്വാണ്ടിറ്റിയാ, വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡയമെൻഷൻ എന്താ, നമ്മുടെ സെയിം മാഗ്നറ്റൈസേഷന്റെ ഡയമെൻഷൻ ആണ് L⁻−1a. യൂണിറ്റ് എന്താ മക്കളെ, A മീറ്റർ ഇൻവേഴ്സ്, ആംപിയർ മീറ്റർ ഇൻവേഴ്സ്. ഇനി അടുത്ത എന്താണ്, റീമാർക്സിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ റിലേഷനാ പറഞ്ഞിട്ടുള്ള അല്ലേ, B = എന്താണ്, μ0 × H+m. നമ്മൾ നേരത്തെ സമ്മറിയിൽ ഈ റിലേഷൻ പറഞ്ഞു, ഓക്കെ അല്ലേ, അത് ഓർത്ത് വെച്ചേക്കാം.
ഇനി അടുത്തത് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താ? കൈ ആണ്. അതും എന്ത് ക്വാണ്ടിറ്റിയാ? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അവിടെ അവർ നമ്മൾ റിലേഷൻ കൊടുത്തിട്ടുണ്ട് മാഗ്നറ്റൈസേഷൻ എച്ചും തമ്മിലുള്ള അല്ലെ എം ഈസ് ഈക്വൽ ടു കൈ എച്ച്. കൈ എന്താ? മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിബിലിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താ? മ്യൂ ആർ. റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ മക്കളെ? മ്യൂ ആർ. അത് എന്ത് ക്വാണ്ടിറ്റിയാ? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അവിടെ റിലേഷൻ ഉണ്ട് ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച് എന്ന് നമ്മൾ പറയല്ലേ, അല്ലെങ്കിൽ നമുക്ക് മ്യൂവിന് മ്യൂ സീറോ മ്യൂ ആർ കൊടുത്താൽ ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ മ്യൂ ആർ എച്ച്. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് മാഗ്നറ്റിക് പെർമിബിലിറ്റി. മാഗ്നറ്റിക് പെർമിബിലിറ്റി എന്ന് പറയുമ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താ? മ്യൂ. വെറും മ്യൂ. അത് എന്ത് ക്വാണ്ടിറ്റിയാ? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി അതിന്റെ ഡയമെൻഷൻ എന്താ? ML T⁻²⁻². അവിടെ നമുക്ക് യൂണിറ്റ് ഏതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ടെസ്ല മീറ്റർ ആംപിയർ ഇൻവേഴ്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം മക്കളെ? NA⁻² എന്ന് എഴുതാം. ന്യൂട്ടൺ A⁻². ഇനി നോക്കിയേ, അവർ തമ്മിലുള്ള റിലേഷൻ കൊടുത്തിട്ടുണ്ടല്ലേ. ഇവിടെ മ്യൂവിന് പകരം മ്യൂ സീറോ മ്യൂ ആർ ഇട്ടു. അപ്പൊ മ്യൂ ഈസ് ഈക്വൽ ടു എന്താ? മ്യൂ സീറോ മ്യൂ ആർ. അല്ലെങ്കിൽ ബി ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? മ്യൂ സീറോ മ്യൂ ആർ എച്ച് എന്നും പറയാം, മ്യൂ എച്ച് എന്നും പറയാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഇക്വേഷൻസും എന്തിൽ വന്നിട്ടുണ്ട്? ഈ ഒരു ടേബിളിൽ വന്നിട്ടുണ്ട്. എല്ലാ ഇക്വേഷൻസും അതുപോലെ തന്നെ എന്താ? ഡയമെൻഷനും യൂണിറ്റും ക്വാണ്ടിറ്റീസിന്റെ സിമ്പിളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ടേബിൾ വന്നിട്ടുണ്ട്. ഈ ടേബിൾ എന്ത് ചെയ്യാം? നന്നായിട്ട് ഒന്നും കൂടി വായിച്ചു നോക്കുക, അല്ലെങ്കിൽ എന്താ ജസ്റ്റ് നോട്ട് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വെച്ച് എന്ത് ചെയ്യുക? ജസ്റ്റ് റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ടേബിളും കഴിഞ്ഞു. ഇനി നമുക്ക് എന്തിലോട്ട് പോവാം? പോയിന്റ്സ് ടു പോണ്ടറിലോട്ട് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ പോയിന്റ്സ് ടു പോണ്ടറിലെ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താ മക്കളെ പോയിന്റ്സ് ടു പോണ്ടറിലെ ഫസ്റ്റ് പോയിന്റ്? നമുക്കറിയാം പോയിന്റ്സ് ടു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി ലെവലിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ഇതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെയൊക്കെ വരുന്ന പോയിന്റ്സ്. അത് നമുക്ക് നീന അത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതൊന്നും നമുക്ക് ചോദിക്കാനൊന്നും പോകില്ല. നമ്മളെല്ലാം ഫ്യൂച്ചറിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത്. A satisfactory understanding of magnetic phenomena in terms of moving charges or currents was arrived at after 1800 AD. 1800 ADക്ക് ശേഷമാണ് എന്ത് മക്കളെ ഉണ്ടായത്? ഒരു മാഗ്നറ്റിക് ഫിനോമിന, മൂവിങ് ചാർജസിനെ പറ്റി, അതിന്റെ കറണ്ടിനെ പറ്റി, ഒരു എന്താ മാഗ്നറ്റിക് ഫിനോമിനെ പറ്റിയിട്ടുള്ള സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള അറിവ് വന്നത് എപ്പോഴാണ്? 1800 ADക്ക് ശേഷമാണ്. But technological exploitation of the directional properties of magnets predates this scientific understanding by 2000 years. അതിന്റെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനും അതുപോലെ അതിന്റെ ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് അതൊക്കെ വന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. Thus, scientific understanding is not a necessary condition for engineering applications. അതുകൊണ്ട് നമുക്ക് പറയാം സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും എന്തില്ല, ഒരു എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ ഒരു നെസസറി കണ്ടീഷൻ ഒന്നും അല്ല. ഐഡിയലി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്, വൺ ലീഡിംഗ് ആൻഡ് അസിസ്റ്റിംഗ് ദി അതർ ഇൻ ടാൻഡം. ഐഡിയലി നമുക്ക് എന്താ പറയാം? സയൻസും എഞ്ചിനീയറിംഗ് എന്താ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകും. ഒരെണ്ണം ലീഡ് ചെയ്യും, ഒരെണ്ണം അതിനെ അസിസ്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി സെക്കൻഡ് പോയിന്റ്, മാഗ്നറ്റിക് മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. മാഗ്നറ്റിക് മോണോപോൾസ് എന്ത് ചെയ്യത്തില്ല? എക്സിസ്റ്റ് ചെയ്യത്തില്ല. അത് അറിഞ്ഞിരിക്കാം. ഇഫ് യു സ്ലൈസ് എ മാഗ്നെറ്റ് ഇൻ ഹാഫ് യു ഗെറ്റ് ടു സ്മാളർ മാഗ്നറ്റ്സ്. ഓൺ ദി അതർ ഹാൻഡ് ഐസൊലേറ്റഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് എക്സിസ്റ്റ്. ഇപ്പൊ നമുക്കറിയാം ഒരു മാഗ്നറ്റിനെ ഞാൻ ഒന്ന് മുറിച്ചാൽ എനിക്ക് എന്ത് ചെയ്യും? അത് രണ്ട് മാഗ്നറ്റ് ആയിട്ട് മാറും. ആ രണ്ട് മാഗ്നറ്റിന് നോർത്തും സൗത്തും ഒക്കെ കാണും. പക്ഷേ നമുക്ക് വേറെ ഹാൻഡിൽ നമുക്ക് പറയാം ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐസൊലേറ്റഡ് പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയിക്കോട്ടെ, ഐസൊലേറ്റഡ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യാനും പറ്റും. There exists a smallest unit of charge. For example, the electronic charge with value E equal to 1.6 into 10⁻⁹ coulomb. അവിടെ നമുക്കൊരു സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ചാർജ് എന്ത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. അതിന്റെ എക്സാമ്പിൾ ആണ് ഇലക്ട്രോണിന്റെ ചാർജ് എത്ര മക്കളെ? 1.6 into 10⁻⁹ coulomb. All other charges are integral multiple of this smallest unit charge. ബാക്കി എല്ലാ ചാർജസും എന്താ മക്കളെ? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. ഈ ഒരു സ്മാളസ്റ്റ് യൂണിറ്റ് ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. അതായിരുന്നു എന്താ? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് വെച്ച് നമ്മൾ പറഞ്ഞത്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിൽ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? Q is equal to plus or minus NE. In other words, charge is quantized. അല്ലെങ്കിൽ നമുക്ക് പറയാം ചാർജ് എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. We do not know why magnetic monopoles do not exist or why electric charge is quantized. നമുക്ക് അറിയത്തില്ല മാഗ്നറ്റിക് മോണോപോൾസ് എന്തുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് എന്തുകൊണ്ട് ക്വാണ്ടൈസ്ഡ് ആവുന്നു. ഇനി പോയിന്റ് നമ്പർ 3, a consequence of the fact that magnetic monopoles do not exist is that the magnetic field lines are continuous and form closed loops. അതായത് ഈ മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്ന ഒരു കോൺസിക്വൻസ് ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. അതുപോലെ അത് എന്ത് ഫോം ചെയ്യും? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താ മക്കളെ? കണ്ടിന്യൂസ് ആണ്. ആ സെന്റൻസ് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ഇൻ കോൺട്രാസ്റ്റ്, അതിൽ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പറയുകയാണെങ്കിൽ അവരെങ്ങനെ ബിഗിൻ ചെയ്യുന്നത്? ബിഗിൻ ഓൺ എ പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ് ഓൺ ദ നെഗറ്റീവ് ചാർജ്. ഒരു പോസിറ്റീവ് ചാർജിൽ ബിഗിൻ ചെയ്തിട്ട് നെഗറ്റീവ് ചാർജിൽ ടെർമിനേറ്റ് ഔട്ട് ആവും. അത് എന്ത് ഫോം ചെയ്തിട്ടില്ല? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്തിട്ടില്ല. ആ ടൈമിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ഫോം ചെയ്യണം? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. അടുത്ത പോയിന്റ് നമ്പർ 4,
A minuscule difference in the value of chi, the magnetic susceptibility yields radically different behavior. കൈയുടെ വാല്യൂവിലും മാറ്റം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ഡിഫറെന്റ് മെറ്റീരിയൽ ആയിട്ട് മാറും അല്ലെ. ഡയാമാഗ്നറ്റിക് വേഴ്സസ് പാരാമാഗ്നറ്റിക്. ഫോർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ chi is equal to -10⁻⁵, whereas chi is equal to +10⁻⁵ for paramagnetic material. ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് കൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? -10⁻⁵ ആണ്. ആ സമയത്തിൽ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അവിടെ കൈയുടെ വാല്യൂ എത്ര ആയിട്ടുണ്ട്? +10⁻⁵ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോയിന്റ് നമ്പർ 5. There exists a perfect diamagnet, namely a superconductor. Perfect diamagnetന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് എന്ത് മക്കളെ? സൂപ്പർ കണ്ടക്ടേഴ്സ്. ഓക്കെ അല്ലേ? ഓക്കെ. This is a metal at very low temperatures. Very low temperatures അത് എന്താണ്? മെറ്റൽ ആണ്. In this case chi is equal to -1, mu r equal to 0, mu equal to 0. ആ ഒരു കണ്ടീഷനിൽ കൈയുടെ വാല്യൂ അവിടെ -1 ആണ്. റിലേറ്റീവ് പെർമിബിലിറ്റി mu r ന്റെ വാല്യൂ 0 ആണ്. പെർമിബിലിറ്റി mu ന്റെ വാല്യൂ 0 ആണ്. ഇത് external magnetic field is totally expelled. അവിടെ എന്താണ്? external magnetic field എന്ത് ചെയ്യുന്നു? totally expel ചെയ്യുന്നു. Interestingly, this material is also a perfect conductor. നമുക്ക് എന്ത് പറയാം? ഈ മെറ്റീരിയലിനെ പെർഫെക്റ്റ് കണ്ടക്ടർ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. However, there exists no classical theory which tries these two properties together. അവിടെ ഒരു ക്ലാസിക്കൽ തിയറി വെച്ച് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് എന്ത് തിയറി വെച്ച് പറ്റും? BCS തിയറി വെച്ച് പറ്റും. ബാർഡെയിൻ, കൂപ്പർ ആൻഡ് സ്ക്രീഫർ. ഈ ക്വാണ്ടം മെക്കാനിക്കൽ തിയറി ബൈ എന്താണ്? ബാർഡെയിൻ, കൂപ്പർ, സ്ക്രീഫർ. അതാണ് BCS തിയറി. ഈ ഒരു തിയറി വെച്ചാൽ നമ്മൾ ഈ എഫക്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളൊരു ഡിഗ്രി ലെവലിൽ BC ഫിസിക്സ് ഒക്കെ എടുത്ത് പോവാണെങ്കിൽ അവിടെ നമ്മൾ പഠിക്കാം. ഇത് BCS തിയറി വാസ് പ്രൊപ്പോസ്ഡ് ഇൻ 1957. BCS തിയറി പ്രൊപ്പോസ് ചെയ്തത് 1957 and was eventually recognized by a Nobel Prize in Physics in 1970. ഒരു 1970 അതിന് എന്ത് കിട്ടി? നോബൽ പ്രൈസും കിട്ടി. ഓക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടു പോയാൽ മതി. പോയിന്റ് നമ്പർ 6. Diamagnetism is universal. Diamagnetism എന്താ മക്കളെ? യൂണിവേഴ്സൽ ആണ്. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ഓൾ മെറ്റീരിയൽസ്. അതെന്താണ്? എല്ലാ മെറ്റീരിയൽസിലും പ്രസന്റ് ആണ്. ബട്ട് ഇറ്റ് ഈസ് വീക്ക് ആൻഡ് ഹാർഡ് ടു ഡിറ്റക്ട് ഇഫ് ദി സബ്സ്റ്റൻസ് ഈസ് പാരാ ഓർ ഫെറോമാഗ്നറ്റിക്. പക്ഷെ ഇത് വീക്കും ഹാർഡും ആണ്. എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ? ഒരു ഇത് പാരാ ആണോ അല്ലെങ്കിൽ ഫെറോ ആണോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ എന്താണ്? വീക്കും ഹാർഡും ആണ്. ഇനി അടുത്തത് പോയിന്റ് നമ്പർ 7. We have classified materials as diamagnetic, paramagnetic and ferromagnetic. നമ്മൾ മെറ്റീരിയൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള? ഡയാമാഗ്നറ്റിക് ഉണ്ട്, പാരാമാഗ്നറ്റിക് ഉണ്ട്, ഫെറോമാഗ്നറ്റിക് ഉണ്ട്. However, there exist additional types of magnetic materials such as ferrimagnetic, antiferromagnetic, spin glass, etc. with properties which are exotic and mysterious. Exotic and mysterious ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉള്ള വേറെയും കുറെ മെറ്റീരിയൽസ് ഉണ്ട്. ഏതൊക്കെയാ? ഫെറിമാഗ്നറ്റിക് ഉണ്ട്, ആന്റിഫെറോമാഗ്നറ്റിക് ഉണ്ട്, സ്പിൻ ഗ്ലാസ് എക്സെട്ര. അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ നമുക്കിപ്പം നമ്മുടെ ടെസ്റ്റിൽ ഏതൊക്കെ മാത്രമേ പഠിക്കാനുള്ളടാ? നമുക്ക് ഡയായും പാരാമാഗ്നറ്റിക്കും ഫെറോമാഗ്നറ്റിക്കേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇത്രയാണ് നമ്മുടെ പോയിന്റ്സ് പോയിട്ടുള്ള പോയിന്റ്സ്. ഈ പോയിന്റ്സിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കാനുള്ള ഒരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടർ എന്ന് പറയാ. അത് കഴിഞ്ഞിട്ട് നോക്കാനുള്ള എന്താണ്? മാഗ്നറ്റിക് മോണോപോൾസ് എന്ത് ചെയ്യത്തില്ല? എക്സിസ്റ്റ് ചെയ്യത്തില്ല. അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇലക്ട്രിക് ചാർജിനെ നമുക്ക് കോണ്ടൈസ്ഡ് ആണ്. പക്ഷെ മാഗ്നറ്റിക് ചാർജ് അല്ലെങ്കിൽ മാഗ്നറ്റ് എന്താ മക്കളെ? കോണ്ടൈസ്ഡ് അല്ല. അത് ആലോചിച്ച് വെക്കുക. പിന്നെ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ആ ടൈമിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തല്ല? കണ്ടിന്യൂസ് അല്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ഫോം ചെയ്യണം? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. പിന്നെ കൈയുടെ വാല്യൂ ഡയാമാഗ്നറ്റിക് ആയാലും എങ്ങനെ, ഫെറോമാഗ്നറ്റിക് ആയാലും എങ്ങനെ, പാരാമാഗ്നറ്റിക് ആയാലും എങ്ങനെ, ആ ഓരോ കേസിലും കൈയുടെ വാല്യൂ എന്ത് ചെയ്യണം? എന്റെ മക്കൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത്രയും മാത്രം ഈ പോയിന്റ്സ് പോയിന്റ് നോട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് എന്തിലോട്ട് പോവാം? നമ്മുടെ എക്സാമ്പിൾ 5.1 എക്സാമ്പിൾസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എക്സാമ്പിൾ 5.1. Example 5.1. A question, okay, what happens if a bar magnet is cut into two pieces, transverse to its length, along its length? നമ്മളൊരു ബാർ മാഗ്നറ്റ് ട്രാൻസ്വേഴ്സ് ആയിട്ട് കട്ട് ചെയ്താലും എലോങ് ആയിട്ട് കട്ട് ചെയ്താലും ആ ബാർ മാഗ്നറ്റ് എന്തായി പോടാ? പിന്നെ രണ്ട് ബാർ മാഗ്നറ്റ്, രണ്ട് നോർത്തും, അതായത് ഒരു നോർത്തും സൗത്തും ഉള്ള രണ്ട് ബാർ മാഗ്നറ്റ് ആയിട്ട് എന്ത് ചെയ്യടാ? മാറും. രണ്ട് ബാർ മാഗ്നറ്റ് ആവും. അതിന് രണ്ടിനും എന്ത് കാണും? നോർത്ത് പോളും സൗത്ത് പോളും ഉള്ളതാണ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കി. എ മാഗ്നറ്റൈസ്ഡ് നീഡിൽ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ടോർക്ക് ബട്ട് നോ നെറ്റ് ഫോഴ്സ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ നമ്മൾക്കറിയാം അവിടെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യില്ല? നെറ്റ് ഫോഴ്സ് കാണത്തില്ല. പക്ഷെ അവിടെ എന്തേ കാണും? നെറ്റ് ടോർക്ക് കാണും. ആൻഡ് അയൺ നെയിൽ നിയർ എ ബാർ മാഗ്നറ്റ് ഹൗവർ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻ അഡീഷൻ ടു ടോർക്ക്. വൈ? കാരണം ഒരു അയൺ നെയിൽ, ഒരു ബാർ മാഗ്നറ്റിന്റെ അടുത്ത് ഒരു അയൺ നെയിൽ കൊണ്ടുവന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്തായിരിക്കും? നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അങ്ങനെ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അവിടെ എന്താണ്? ഫോഴ്സും കാണും, അവിടെ ഒരു ടോർക്കും കാണും. ഇനി നമ്മളൊരു ബാർ മാഗ്നറ്റിന്റെ അടുത്തോട്ട്, ഇത് നോർത്ത് സൗത്ത് ആണെങ്കിൽ ഒരു അയൺ നെയിൽ വന്ന് പ്ലേസ് ചെയ്യുമ്പോൾ ഇതിനെ ഇൻഡ്യൂസ് ചെയ്തിട്ട് ഇവിടെ വരുന്ന എന്തായിരിക്കും? സൗത്ത്, ഇവിടെ നോർത്തും ആയിരിക്കും. അപ്പൊ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? അട്രാക്ഷനും ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഒരു അയൺ നെയിൽ ബാർ മാഗ്നറ്റിന്റെ അടുത്ത് കൊണ്ടുവച്ചാൽ അതിന് എന്തായിരിക്കും? അവിടെ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, ടോർക്കും എക്സ്പീരിയൻസ് ചെയ്യും. ഫോഴ്സ് എന്തായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും.
ഇനി സി നോക്കി, മസ്റ്റ് എവരി മാഗ്നറ്റിക് കോൺഫിഗറേഷൻ ഹാവ് എ നോർത്ത് പോൾ ആൻഡ് എ സൗത്ത് പോൾ. വാട്ട് അബൌട്ട് ദി ഫീൽഡ് ഡ്യൂ ടു എ ടൊറോയിഡ്? എല്ലാ മാഗ്നറ്റിക് കോൺഫിഗറേഷനും ഒരു നോർത്ത് പോളും സൗത്ത് പോളും വേണോ നിർബന്ധം ഉണ്ടോ എന്നാ ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ വാട്ട് അബൌട്ട് ദി ഫീൽഡ് ഡ്യൂ ടു എ ടൊറോയിഡ്, ഒരു ടൊറോയിഡിന്റെ കേസ് ആണെങ്കിൽ വേണോട്, അങ്ങനെ ഉണ്ടോ? ഇല്ല, നോട്ട് നെസസറിലി. അവിടെ എന്തല്ല അങ്ങനെ വേണോന്നൊരു നെസസിറ്റി കണ്ടീഷൻ ഒന്നും ഇല്ല. എപ്പോഴും അത് ആവുന്നത് അവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്തായിരിക്കാൻ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് 0 ആണെങ്കിലാണ് അവിടുത്തെ എന്താണ് ഒരു സൗത്തും നോർത്തും ഉണ്ടാവണമെന്ന് പറയുന്നത്. ഇനി അങ്ങനെ അല്ലാത്ത കേസ് ഉണ്ട്, ടൊറോയിഡ് ആണെങ്കിൽ അവിടെ എന്തല്ല നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്തല്ല 0 ഒന്നും അല്ല. അപ്പൊ അവിടെ എന്തില്ല, അവിടെ അങ്ങനെ നോർത്തും പോളും നോർത്ത് സൗത്ത് പോൾ കോൺഫിഗറേഷൻ വേണമെന്ന് നിർബന്ധവും ഇല്ല. അപ്പൊ നോട്ട് നെസസറിലി എന്ന് എഴുതണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, ഡി. ഓക്കെ, ഡി നോക്കിയേ മക്കളെ. Two identical looking iron bars A and B are given, one of which is definitely known to be magnetized. We do not know which one. How would one ascertain whether or not both are magnetized? If only one is magnetized, how does one ascertain which one? അതായത് രണ്ട് ഐഡന്റിക്കൽ ബാർസ് എടുക്കുക, എയും ബി. അതിൽ ഞാൻ എന്ത് ചെയ്യുക, അതിൽ ഏതോ ഒരെണ്ണം മാഗ്നറ്റൈസ്ഡ് ആണ്, അത് എങ്ങനെ അറിയാൻ പറ്റുമെന്ന ക്വസ്റ്റ്യൻ. രണ്ടും മാഗ്നറ്റൈസ്ഡ് ആണെങ്കിൽ രണ്ട് ബാർ മാഗ്നറ്റ്സ് അടുത്തടുത്ത് കൊണ്ടുവരുമ്പോൾ രണ്ടും മാഗ്നറ്റൈസ്ഡ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അതായത് രണ്ടിന്റെ സെയിം പോളാ കൊണ്ടുവരുന്നെങ്കിൽ അവർ റിപ്പൽ ചെയ്യും. അങ്ങനെ നമുക്കറിയാം. അപ്പൊ ഇവിടെ ഒരാൾ കൊണ്ടുവരുമ്പോൾ മറ്റേ വന്ന് അട്രാക്ട് ചെയ്യുന്ന നമുക്ക് ഒരാൾ മാഗ്നറ്റൈസ്ഡ് മറ്റേത് എന്തല്ല, മാഗ്നറ്റൈസ്ഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇപ്പൊ ബി ആണ് ഞാൻ മാഗ്നറ്റൈസ്ഡ്, ബി എന്നൊരാളെ മാഗ്നറ്റൈസ്ഡ് ആയിട്ട് ഇതാണ് മാഗ്നറ്റൈസ്ഡ് എന്ന് പറഞ്ഞ് വെക്കുകയാണ്. എന്നിട്ട് എ എന്ത് ചെയ്യും, ഈ എ എന്ന് പറയുന്ന ബാർ മാഗ്നറ്റിനെ ഞാൻ എന്ത് ചെയ്യടാ, ഈ ഇതിന്റെ എൻഡിൽ, ഇവിടുത്തെ ഈ എൻഡിലും കൊണ്ടുവയ്ക്കും. അപ്പൊ ഇവിടെ രണ്ടും അത് അട്രാക്ട് ചെയ്യുന്നുണ്ട്, നടുക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ അട്രാക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം ബി എന്താണ് ബാർ മാഗ്നറ്റും, അല്ലെങ്കിൽ ബി ആണ് മാഗ്നറ്റൈസ്ഡും എ എന്താണ് അല്ലാത്തതുമാണെന്ന് എനിക്ക് പറയാം. ഓക്കെ അല്ലേ? ബി ആണ് അവിടെ മാഗ്നറ്റൈസ്ഡ് എന്ന് എനിക്ക് എന്ത് ചെയ്യടാ പറയാം. ഇനി തിരിച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് കിട്ടുന്നെങ്കിൽ എ ആയിരിക്കും മാഗ്നറ്റൈസ്ഡ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ആരാ മാഗ്നറ്റൈസ്ഡ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം എൻഡിലായിരിക്കും ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് അല്ലേ, നടുക്ക് വരുമ്പോൾ അത് കുറവായിരിക്കും. ആ ഒരു ഇത് കൺസെപ്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഏതാ മാഗ്നറ്റൈസ്ഡ് അല്ലാത്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സാമ്പിൾ 5.2. Figure 5.4 shows a small magnetized needle P placed at a point O. The arrow shows the direction of its magnetic moment. ഈ arrow എന്താ ഷോ ചെയ്യുന്ന, അതിന്റെ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ ആണ്. ഇത് other arrow shows the different positions and orientation of the magnetic moment of another identical magnetized needle Q. മറ്റ് എന്താ കാണിക്കുന്നത്, വേറൊരു മാഗ്നറ്റൈസ്ഡ് നീഡിൽ Qന്റെ, അതായത് ഇവിടെ ഇപ്പോൾ Q1, Q2, Q3 അതിന്റെ ഓരോന്നിന്റെ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. In which configuration the system is not in equilibrium? ഇതിൻ്റെ അകത്ത് ഇക്വിലിബ്രിയത്തിൽ അല്ലാത്തത് ഏത് കോൺഫിഗറേഷൻ എന്ന ക്വസ്റ്റ്യൻ. നമ്മൾ പഠിക്കുന്ന ഇക്വിലിബ്രിയം ആ രണ്ട് ഇക്വിലിബ്രിയം ഏതൊക്കെയാണ്, സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആകുമ്പോൾ അവിടെ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കണം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആകുമ്പോൾ അവിടെ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും മക്കളെ, 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ Q4ഉം Q3യും തമ്മിൽ ഈ P ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, 180 ഡിഗ്രി. അവരുടെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ വെച്ച് ഉണ്ടാക്കുന്ന ആംഗിൾ 180 ഡിഗ്രി. അപ്പൊ ഈ Q4ഉം Q3 ഒക്കെ ഇക്വിലിബ്രിയത്തിലാണ്. Q5ഉം Q6ഉം എടുത്താൽ അത് രണ്ട് ഈ Pയുടെ അതേ ഡയറക്ഷനിലാണ്, Pയുടെ ഡൈപോൾ മൊമെന്റ് അതേ മാഗ്നറ്റിക് മൊമെന്റ് അതേ ഡയറക്ഷനിലാണ്. അപ്പൊ അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര, 0. അപ്പൊ അവരും എന്തിലാണ്, ഇക്വിലിബ്രിയത്തിലാണ്. ആ സമയത്ത് Q1ഉം Q2 എന്തിലല്ല മക്കളെ, ഇക്വിലിബ്രിയത്തിലല്ല. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, നോട്ട് ഇൻ ഇക്വിലിബ്രിയം ഏതാന്ന് വെച്ചാൽ ഏത് പറയാം, Q1ഉം Q2 എന്നും പറയാം. In which configuration is the system in stable and to unstable equilibrium? Stable equilibrium എന്ന് പറഞ്ഞാൽ എന്താണ്, തീറ്റയുടെ വാല്യൂ എത്രയാവണം, 0 ആവണം അല്ലേ. ഇവിടെ നോക്കിയാൽ Q6ഉം ഇതിന്റെ ഡൈപോൾ മൊമെന്റും തമ്മിലുള്ള ആംഗിൾ എത്രയാ, 0. രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. ഇവർ രണ്ടും ഒരേ ഡയറക്ഷനിൽ, അവർ തമ്മിലുള്ള ആംഗിളും 0 ആണ്. അപ്പൊ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാകുന്നത് ആരൊക്കെയാ മക്കളെ, Q5ഉം Q6ഉം. ഇനി സെക്കൻഡ് അൺസ്റ്റേബിൾ ആവുമ്പോഴോ, അൺസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും എന്തായിരിക്കണം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം അല്ലേ. ഈ Pയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം Qന്റെ ഡയറക്ഷൻ. Q4 നോക്കുകയാണെങ്കിൽ Pന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. Q3 നോക്കിയാലും Pന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന എന്തായിരിക്കും മക്കളെ, അൺസ്റ്റേബിളിൽ തീറ്റ എത്ര ആയിരിക്കണം, 180 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ആരൊക്കെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലുള്ളത്, Q4ഉം Q3യും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി വിച്ച് കോൺഫിഗറേഷൻ കറസ്പോണ്ട് ടു ദ ലോവസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി എമംഗ് ആൾ ദി കോൺഫിഗറേഷൻ സോൺസ്? ലോവസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിരിക്കണം അല്ലേ, ഏറ്റവും സ്റ്റേബിൾ ഉള്ള. അപ്പൊ Q5 Q6ലും ആരായിരിക്കും, Q6 ആയിരിക്കും എന്ത് മക്കളെ, ലോവസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ അല്ലേ? നമ്മുടെ ടോർക്കും ആ ഒരു എന്താണ്, നമ്മുടെ എനർജിയും സ്റ്റേബിലിറ്റിയും വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേടാ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ അടുത്ത എക്സാമ്പിളാണ് എന്ത്, എക്സാമ്പിൾ 5.3. എന്തോ എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളത്, മെനി ഓഫ് ദി ഡയഗ്രാംസ് ഗിവൺ ഇൻ ഫിഗർ 5.6 shows magnetic field lines, thick lines in the figure wrongly. Point out what is wrong with them. Some of them may describe electrostatic field lines correctly. Point out which ones. അതായത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഫിഗർ തന്നിട്ടുണ്ട്, A B C D
EFG അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് 7 ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ എവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ നമുക്ക് ഇതൊക്കെ എന്ത് ചോദിക്കാം, നീ ചോദിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇതിൽ 4 ഫിഗർ ഏതെങ്കിലും എടുത്തിട്ട് 3 എണ്ണം എന്ത് ചെയ്യും കറക്റ്റ് ആയിട്ട് എന്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം റെപ്രസെന്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഏതാ റെപ്രസെന്റ് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തേ. ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ നീ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പുറത്തോട്ട് പോകുന്നത് മാത്രം കാണിക്കുന്നില്ലേ, എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. അകത്തോട്ട് എൻ്റർ ചെയ്യുന്ന ആ ഒരു ഡൈപോളിൻ്റെ കാര്യം എന്ത് ചെയ്യുന്നില്ല ഇവിടെ പറയുന്നില്ല. അപ്പോൾ എ എന്നുള്ളത് എന്താ മക്കളെ തെറ്റാണ്. ഇനി നമ്മൾ ബി നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ട്, ഇന്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് പോസിബിൾ ആണോ? ഇല്ല. അപ്പോൾ ഇതും എന്തല്ല പോസിബിൾ അല്ല. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി സി നോക്കിയേ മക്കളെ, സി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ടൊറോയിഡ് ആണ്. ടൊറോയിഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ ലൂപ്പ് ഫോം ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കറക്റ്റായിട്ട് പറയാം. സി എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് റെപ്രസെന്റ് ചെയ്ത കറക്റ്റാണ്. ഡി നോക്കുകയാണെങ്കിൽ ഒരു സോളിനോഡിൽ കൂടെ എന്താ വേണ്ട ഈ എൻഡിൽ എത്തുമ്പോൾ അത് എന്ത് ചെയ്യും വളയണം അല്ലെ, ഇങ്ങനെ ഒരു ലൂപ്പ് ഫോം ചെയ്യാൻ എന്ത് ചെയ്യണം മക്കളെ, ഇത് വളയണം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത്? അല്ല, സ്ട്രെയിറ്റ് ലൈൻസാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ഇത് എന്തില്ല പോസിബിൾ അല്ല. അപ്പോൾ ഇതും വരത്തില്ല. ഇനി നമുക്ക് അടുത്ത് നോക്കാം EFG. ഇയിൽ നോക്കി ഒരു സോളിനോഡിൽ എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബാർമാനിൽ എൻ്റർ ചെയ്യുന്നത് അത് എന്ത് ചെയ്യുന്നു കറക്റ്റായിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടുന്ന് എൻ്റർ ചെയ്ത് ഇങ്ങോട്ട്, ഇവിടുന്ന് എൻ്റർ ചെയ്യുന്നു, ഇവിടുന്ന് എന്ത് ലീവ് ചെയ്യുന്നു, ഇത് എന്ത് ചെയ്യുന്നു ക്ലോസ്ഡ് ലൂപ്പൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഈ എന്താണ് കറക്റ്റാണ്. അപ്പം നമുക്ക് നേരത്തെ ഏതൊക്കെ കറക്റ്റാന്ന് പറയാം, സിയും കറക്റ്റാണ്, ഇയും ഇവിടെ കറക്റ്റ് ആണ്. ഇനി എഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് എന്ത് ചെയ്യുന്നില്ലടാ ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നില്ല അല്ലേ, ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ഫോം ചെയ്യത്തില്ല. അപ്പൊ എഫും വരത്തില്ല. ജി നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ എൻസിൽ എത്തുമ്പോൾ അത് എന്ത് ചെയ്യണം ഒരു കർവ് ഷേപ്പ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആവത്തില്ല. അപ്പൊ എന്തല്ല ഈ ജിയും വരത്തില്ല. അപ്പൊ നമുക്ക് പറയാം നമുക്ക് തന്ന 7 ഫിഗറിൽ ഈ സിയിലും പിന്നെ ഏതിലും മക്കളെ ഇയിലും മാത്രമാണ് ഇത് കറക്റ്റ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നുള്ള എന്ത് ചെയ്യണം എന്റെ മക്കള് നോക്കി വെക്കണം. ഓക്കെ അല്ലേടാ? ഓക്കെ, അടുത്തൊരു എക്സാമ്പിളിലോട്ട് പോകാം. ഓക്കെ, എക്സാമ്പിൾ 5.4. അതിൻ്റെ എ പാർട്ട് ക്വസ്റ്റ്യൻ എന്താ മക്കളെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഷോസ് ദ ഡയറക്ഷൻ അറ്റ് എവരി പോയിന്റ് എലോങ് വിച്ച് എ സ്മോൾ മാഗ്നറ്റൈസ്ഡ് നീഡിൽ അലൈൻസ് അറ്റ് ദ പോയിന്റ്. ഓക്കെ, ഡു ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓൾസോ റെപ്രസെന്റ് ദ ലൈൻ ഓഫ് ഫോഴ്സ് ഓൺ എ മൂവിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾ അറ്റ് എവരി പോയിന്റ്? എന്താ പറ്റത്തില്ല, നോയാണ്. കാരണം എന്താ നമ്മൾക്കറിയാം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. F = എന്താണ് Q × V × B ആണ്. നമുക്ക് ഈക്വേഷൻ അറിയാം. അവിടെ നമ്മൾ പറയും മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇതെന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓൾസോ റെപ്രസെന്റ് ദി ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ് ഒരു മിസ്ലീഡിങ് കൺസെപ്റ്റ് ആണ്. അത് എന്ത് ചെയ്യത്തില്ല, ആ ഒരു അലൈൻമെന്റ് എടുത്തില്ല. അത് എപ്പോഴും എന്തായിരിക്കും ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. ബി സ്റ്റേറ്റ്മെന്റ് ഓക്കെ. ഇഫ് മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റഡ് ഹൗ വുഡ് ദ ഗോസസ് ലോ ഓഫ് മാഗ്നറ്റിസം ബി മോഡിഫൈഡ്? അതായത് മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ, അത് എക്സിസ്റ്റ് ചെയ്യത്തില്ലെന്ന് നമുക്കറിയാം. അത് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് എന്തൊരു ആംബിയേഴ്സ് ലോ വെച്ച് നമ്മൾ എന്ത് പറയുന്നത് ഇന്റഗ്രൽ B.ds എന്ത് വരുന്നത് 0 വരുന്നത് അല്ലേ. ഇനി നമ്മൾ പറയാം മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കേസ് വരുവാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറുമെന്നാ ചോദ്യം. എങ്ങനെ മാറും? ഇന്റഗ്രൽ B.ds എന്തിന് ഈക്വൽ ആവടാ μ0 × പോൾ സ്ട്രെങ്ത് QM എന്താവും ഈക്വൽ ആവും. μ0 × QM ഈക്വൽ ആവും. അപ്പൊ അങ്ങനെ ഒരു മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? ഇന്റഗ്രൽ B.ds = μ0 × QM എന്ന് ആവും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി സി നോക്കി, ഡസ് എ ബാർ മാഗ്നറ്റ് എക്സെർട്ട് എ ടോർക്ക് ഓൺ ഇറ്റ്സെൽഫ് ഡ്യൂ ടു ഇറ്റ്സ് ഓൺ ഫീൽഡ്? എക്സെർട്ട് ചെയ്യോ? ഇല്ല. ഒരു ബാർ മാഗ്നറ്റും അതിന്റെ ഓൺ ഫീൽഡിൽ അതിന് എന്ത് എക്സെർട്ട് ചെയ്യില്ല, ഒരു ടോർക്ക് എന്ത് ചെയ്യില്ല എക്സെർട്ട് ചെയ്യത്തില്ല. അപ്പൊ ഇതിന്റെ ആൻസർ നോ. ഇനി ഡസ് വൺ എലമെന്റ് ഓഫ് എ കറന്റ് കാരിങ് വയർ എക്സെർട്ട് എ ഫോഴ്സ് ഓൺ ദി അനദർ എലമെന്റ് ഓഫ് ദി സെയിം വയർ? അതെന്താണ് കറക്റ്റ് ആവും. കാരണം എന്താ ഒരു കറന്റ് കാരിങ് വയറിൽ ഒരു എലമെന്റ് അതേ ഒരു കറന്റ് കാരിങ് വയറിൽ വേറെ എലമെന്റ് ആയിട്ട് എന്ത് ചെയ്യണം ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യും. അപ്പൊ ഇത് എന്ത് വരും? എസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഡി നോക്കി, മാഗ്നറ്റിക് ഫീൽഡ് അറൈസസ് ഡ്യൂ ടു ദ ചാർജസ് ഇൻ മോഷൻ. ഓക്കെ, ക്യാൻ എ സിസ്റ്റം ഹാവ് മാഗ്നറ്റിക് മൊമെന്റ്സ് ഈവൻ ദോ ഇറ്റ്സ് നെറ്റ് ചാർജ് 0? അവിടുത്തെ നെറ്റ് ചാർജ് 0 ആണെങ്കിൽ അവർക്ക് ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവോ എന്നാ ക്വസ്റ്റ്യൻ. ഉണ്ടാവും. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പാരാമാഗ്നറ്റിക് ഒക്കെ പറഞ്ഞില്ലായിരുന്നു ഈ ചാപ്റ്ററിൽ. അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു അവിടുത്തെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്താണ്. അവിടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്, പക്ഷെ അവിടെ നെറ്റ് ചാർജ് ഒന്നും ഇല്ല. അപ്പൊ അവിടുത്തെ ഒരു ആവറേജ് ചാർജ് 0 ആയപ്പോഴും അവിടെ എന്തുണ്ടായിരുന്നുണ്ട്, ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. സോ എന്താണ് ഇവിടെ? എസ്. ഓക്കെ അല്ലേ? 4 ക്വസ്റ്റ്യനും ക്ലിയർ അല്ലേടാ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 5.5. എന്തോ ക്വസ്റ്റ്യൻ എന്ന് നോക്കിയടാ. ഈ സോളിനോയിഡ് ആസ് എ കോർ ഓഫ് മെറ്റീരിയൽ വിത്ത് റിലേറ്റീവ് പെർമിബിലിറ്റി 400. ഒരു സോളിനോയിഡ് ഉണ്ട്, ആ സോളിനോയിഡിൽ ഒരു കോർ ഓഫ് മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ റിലേറ്റീവ് പെർമിബിലിറ്റി എത്രയാണ്? 400 ആണ്.
ഇനി ഈ സോളിനോയിഡിൽ എന്തുണ്ട്, അതിന്റെ വൈൻഡിങ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇറ്റ് ക്യാരി എ കറണ്ട് ഓഫ്, അതിൽ എന്തൊരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, എത്ര 2 ആംപിയർ ആണ്. ഈ 2 ആംപിയർ കറണ്ട് അതിൽ കൂടെ പോകുമ്പോൾ നമുക്കറിയാം ഈ ഒരു കോറിനെ ഇങ്ങോട്ട് ഇൻസെർട്ട് ചെയ്ത് ആ ഒരു കോറിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും, അത് മാഗ്നറ്റൈസ്ഡ് ആവുമെന്നൊക്കെ നമുക്കറിയാം. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട പിന്നെ എന്ത് തന്നിട്ടുണ്ട്, ഇഫ് ദി നമ്പർ ഓഫ് ടേൺസ് ഈസ് 1000 പെർ മീറ്റർ, നമ്പർ ഓഫ് ടേൺസ് 1000 പെർ മീറ്റർ, അതായത് കുഞ്ഞ് എന്നിന്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുണ്ട്, 1000 എന്ന് തന്നിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റിൽ എന്ത് എത്ര തന്നിട്ടുണ്ട്, 1000 എന്ന് തന്നിട്ടുണ്ട്. എനിക്ക് എച്ച് കണ്ടുപിടിക്കണം. എച്ച് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ, മാഗ്നറ്റിക് ഇന്റൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. എം എന്താണ്, മാഗ്നറ്റൈസേഷൻ കണ്ടുപിടിക്കണം. ബി ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഡി എന്ത് കണ്ടുപിടിക്കണം, ഇത് മാഗ്നറ്റൈസിങ് കറണ്ട് ഐ എമ്മിന്റെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ആദ്യം നമുക്ക് എച്ച് എടുക്കാം. എച്ച് കണ്ടുപിടിക്കാം. എച്ച് കണ്ടുപിടിക്കാൻ ഇത് വെറും ഒരു സോളിനോയിഡിലായിരുന്നെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എന്താ, μ0 ni, ഇതിലേക്ക് കൂടെ ഒഴുകുന്ന കറണ്ട് ഐ ആണെങ്കിൽ μ0 ni. അല്ലെങ്കിൽ നമുക്ക് പറയാം ബി = μ0 h എന്ന് പറയാം അല്ലേ. ഇത് വേറെ ഒന്നുമില്ല, ഒരു കോറും ഒന്നും വെച്ചിട്ടില്ല എങ്കിൽ ഇവിടെ ഇക്വേഷൻ എന്ത് വരും, μ0 ni അല്ലെങ്കിൽ μ0 h എന്ന് വരും. ഇവിടെ ആകുമ്പോൾ എന്തുണ്ട്, ഇവിടെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഈ ഒരു സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് B0 പ്ലസ് ഇതിൻ്റെ ഈ ഒരു കോറിൽ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഉള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് BM ഉണ്ട്. ഈ ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാവും, അപ്പം μh ഈക്വലാവും. അതുപോലെ ഇവിടുത്തെ ഈ ഒരു സോളിനോട് കൺസിഡർ ചെയ്താൽ എനിക്ക് പറയാം μni എന്നും പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്ത് എഴുതാം, μh എന്തിന് ഈക്വലാവും മക്കളെ, μniക്ക് ഈക്വലാവും. മ്യൂവും വെട്ടിക്കളഞ്ഞാൽ h = എനിക്ക് എന്ത് കിട്ടും, ni എന്ന് കിട്ടും. എന്നിന്റെ വാല്യൂ എത്രയാണ്, 400 ആണ് അല്ലേ. 400 ഇൻറ്റു ഐയുടെ വാല്യൂ എത്രയാണ്, 2 ആണ്. ഓക്കെ അല്ലേ. എന്നിന്റെ വാല്യൂ 400 അല്ല, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റിൽ നിന്ന് എത്രയാണ്, 1000 ആണ്. അപ്പോൾ 1000 ഇൻറ്റു ഐയുടെ വാല്യൂ എത്രയാണ്, 2 ആണ്. അപ്പോൾ എത്ര കിട്ടും, 2 × 10⁻³ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. എച്ചിന്റെ വാല്യൂ എത്ര കിട്ടി, 2 × 10⁻³ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ഈ ബി കണ്ടുപിടിച്ച് നോക്കാം. ബി കണ്ടുപിടിക്കാം. ഓക്കെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ബി കണ്ടുപിടിക്കാം. ബി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. ഇപ്പോൾ ബി = എനിക്ക് എന്ത് ഇട്ട് കൊടുക്കാം, μh, ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് മ്യൂവിന് വരെ എന്ത് ഇട്ട് കൊടുക്കാം, μ0 μr × h എന്ന് ഇട്ട് കൊടുക്കാം. കൊടുത്തുകൂടെ മക്കളെ, കൊടുക്കാം. ഇനി ബി = μ0യുടെ വാല്യൂ എത്രയാണ്, 4π × 10⁻⁻7 ഇൻറ്റു μr എത്രയാണ്, 400 ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ എത്രയാണ്, 2 × 10⁻³ ഇത് എത്ര കിട്ടും, 4 × 4 16, 16 × 2 32. അപ്പോൾ 32π × 100 × 10⁻⁻4 എന്ന് കിട്ടും അല്ലേ. 10⁻⁻7 10⁻³ കൂടെ 10⁻⁻4 ഇത് എത്ര കിട്ടും, 3200π × 10⁻⁻4 എന്ന് എഴുതാം. 3200 × 3.14 അറൗണ്ട് എത്ര കിട്ടുമെന്ന് അറിയാമോ, ഒരു 10048 എന്ന് കിട്ടും. ഇൻറ്റു 10⁻⁻4 എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പം ഇൻറ്റു 10⁻⁻4 ടെസ്റ്റിലാണ്. അപ്പോൾ ഈ 10⁻⁻4 ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്യും, എനിക്ക് 1.0048 ടെസ്ല എന്ന് എഴുതിക്കൂടെ. അതായത് അറൗണ്ട് എത്ര കിട്ടും, 1 ടെസ്ല എന്ന് വരും. അപ്പോൾ ഇതിലേക്കൂടെ ഉള്ള നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ബിയുടെ വാല്യൂ എത്ര കിട്ടി മക്കളെ, ബിയുടെ വാല്യൂ 1 ടെസ്ല എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നമ്മളപ്പോൾ ബി കണ്ടുപിടിച്ചു. നമ്മൾ എന്ത് ചെയ്തടാ, ബി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, നമുക്കിനി എം, അതായത് മാഗ്നറ്റൈസേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. മാഗ്നറ്റൈസേഷൻ എമ്മിൻ്റെ വാല്യൂ, അതായത് ബി എന്താണ്, എമ്മിൻ്റെ വാല്യൂ, മാഗ്നറ്റൈസേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി എം കണ്ടുപിടിക്കാൻ നമുക്കറിയാം ബി = എന്താണ്, B0 + BM ആണ് അല്ലേ. ബി എന്താണ്, μh ആണ്. = B0 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, μ0h എന്ന് എഴുതാം. BM എന്ന് പറഞ്ഞാൽ എന്താ, μ0m ആണ്. ഇവിടെ നിന്ന് മ്യൂവിന് എനിക്ക് എന്തിട്ട് കൊടുക്കാം, μ0 μr h = μ0h + μ0m എന്ന് എഴുതിക്കൂടെ മക്കളെ, എഴുതാം. എല്ലായിടത്തും μ0 വെട്ടിപ്പോയാൽ μr h = എന്ത് കിട്ടും, h + m എന്ന് കിട്ടും. ഓക്കെ അല്ലേ. μr h = h + m എന്ന് കിട്ടും. ഇനി ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാം, എനിക്ക് എം ആണ് വേണ്ടത്. അപ്പോൾ m = μr h - h എന്ന് വരും. ദാറ്റ് ഈസ് m = μr അല്ല, h നമുക്ക് കോമൺ എടുക്കാം, h × μr - 1. ദാറ്റ് ഈസ് എച്ചിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്, 2 × 10⁻³ ഇൻറ്റു μrൻ്റെ വാല്യൂ എത്രയാണ്, 400 ആണല്ലേ. അപ്പോൾ 400 - 1 ദാറ്റ് ഈസ് 2 × 10⁻³ ഇൻറ്റു എന്ത് കിട്ടും, 399 എന്ന് വരും. ഓക്കെ അല്ലേടാ. 399 × 2 എത്ര കിട്ടും, 798 കിട്ടും. അപ്പോൾ 798 × 10⁻³ 798 എനിക്ക് എങ്ങനെ എഴുതാം, 7.98 × 10²
10 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. അപ്പോൾ 10 സ്ക്വയർ ഇൻറ്റു എന്ത് വരും 10⁻3. ഇതിനെ 7.98 ഇൻറ്റു 10⁵5 എന്ന് എഴുതിക്കൂടെ. അതായത് 7.98 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 8 ഇൻറ്റു 10⁵5 എന്ന് കിട്ടും. എത്ര കിട്ടും? എമ്മിൻ്റെ വാല്യൂ 8 ഇൻറ്റു 10⁵5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ എനിക്ക് എച്ച് ആയി, എം ആയി, ബി ആയി. ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളിതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് എന്തൊക്കെയായെന്ന് നമുക്ക് നോക്കണം. എന്തൊക്കെയായി? എ നമ്മൾ കണ്ടുപിടിച്ചു. എന്ത് കണ്ടുപിടിച്ചിട്ട്? അതായത് നമ്മുടെ എന്താണ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാഗ്നറ്റൈസേഷൻ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? മാഗ്നറ്റൈസിങ് കറണ്ട് കണ്ടുപിടിച്ചു. ശരി, മാഗ്നറ്റൈസിങ് കറണ്ട് അല്ല, മാഗ്നറ്റിക് ഫീൽഡും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇതായിട്ടുള്ള മാഗ്നറ്റൈസിങ് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. IMന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? നമുക്കറിയാം ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി ഒരു കറണ്ട് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മാഗ്നറ്റൈസ്, ഈ ഒരു കോറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മാഗ്നറ്റൈസേഷൻ നടന്നുകൊണ്ട് തന്നെ ഇത് എന്തായിട്ട് മാറി? ഇതിലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതായിരിക്കും എന്ത്? മാഗ്നറ്റൈസിങ് കറണ്ട്, IM. ആ ഒരു അഡീഷണൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും എന്ത്? മാഗ്നറ്റൈസിങ് കറണ്ട് അല്ലെങ്കിൽ IM എന്ന് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് എഴുതാം, ഇവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡും B എന്ന് പറയുന്നത് μ0 NA μ0 ഇൻറ്റു എന്ത് വരുവാടാ? N ഇൻറ്റു I പ്ലസ് നേരത്തെ ഉണ്ടായിരുന്ന കറണ്ട് പ്ലസ് IM എന്ന് വരത്തില്ലേ? ഇങ്ങനെ വരത്തില്ലേ നമ്മുടെ ഇപ്പോൾ ഇക്വേഷൻ? അപ്പോൾ ബിയുടെ വാല്യൂ എത്രയാണ്? ബിയുടെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടിയാൽ എത്ര? 1. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു μ0 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 400 അല്ല 1000 അല്ലേ? എന്നിൻ്റെ വാല്യൂ 1000 ആണ്. അപ്പോൾ 10⁻3 ഇൻറ്റു ഐയുടെ വാല്യൂ എത്രയാണ്? 2 ആണ് പ്ലസ് IM. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാം? 1 ഈസ് ഈക്വൽ ടു 4π ഇൻറ്റു 10⁻⁻4 ഇൻറ്റു 2 പ്ലസ് IM എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2 പ്ലസ് IM ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4π ഇൻറ്റു 10⁻⁻4 എന്ന് കിട്ടത്തില്ലേടാ? ഓക്കെ, ബാക്കി എങ്ങനെ ചെയ്യാം നമുക്ക്? ഓക്കെ മക്കളെ, അപ്പോൾ 2 പ്ലസ് IM ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4π ഇൻറ്റു 10⁻⁻4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 796 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് IM ഈസ് ഈക്വൽ ടു ചെയ്ത് നോക്കിയാൽ അതെ 796 ആയി കിട്ടുന്നത്. അപ്പോൾ IM ഈസ് ഈക്വൽ ടു 796 മൈനസ് 2 എത്ര കിട്ടും? 794 എന്ന് കിട്ടും. അപ്പോൾ മാഗ്നറ്റൈസിങ് കറണ്ട് എത്ര കിട്ടി? 794 ആംപിയർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? നമ്മുടെ 4 ക്വസ്റ്റ്യനും ക്ലിയർ ആയില്ലേ മക്കളെ? ഇച്ചിരി വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് നമ്മുടെ എല്ലാ ഒരു കൺസെപ്റ്റ്, അതായത് മാഗ്നറ്റൈസേഷൻ്റെ എല്ലാ ഒരു കൺസെപ്റ്റും വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ അല്ലേ? ഇതൊരു ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന എന്താ ഒരു 4-5 നീറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ക്ലിയർ അല്ലേടാ? ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് ഇനി നമ്മൾ എന്തിലോട്ട് പോകാം? എക്സസൈസ് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഷോർട്ട് ബാർ മാഗ്നറ്റ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ്സ് ആക്സിസ് അറ്റ് 30 ഡിഗ്രി വിത്ത് എ യൂണിഫോം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.25 ടെസ്ല. മാഗ്നറ്റിക് ഫീൽഡ് എത്ര മക്കളെ? 0.25 ടെസ്ലയാണ്. ഇറ്റ് എക്സ്പീരിയൻസസ് എ ടോർക്ക് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 4.5 ഇൻറ്റു 10⁻⁻² ജൂൾ. അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 4.5 ഇൻറ്റു 10⁻⁻² ജൂൾ ആണെന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ്? മാഗ്നറ്റിക് മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് മാഗ്നറ്റിക് മൊമെന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ടോർക്കും മാഗ്നറ്റിക് മൊമെന്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എന്തുവാ? ടോ ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ അല്ലേ? ഇവിടെ തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. കാരണം എത്ര? ബാർ മാഗ്നറ്റ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് തന്നിട്ടുണ്ട്? 30 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റിലേഷനിൽ നിന്ന് M ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ടോ ഡിവൈഡഡ് ബൈ B സൈൻ തീറ്റ എന്ന് കിട്ടും. ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. ടോർക്ക് എത്രയാ? 4.5 ഇൻറ്റു 10⁻⁻² ഡിവൈഡഡ് ബൈ B എത്രയാണ്? 0.25 ഇൻറ്റു സൈൻ 30 വരും. സൈൻ 30യുടെ വാല്യൂ എത്രയാണ്? 1/2. അപ്പോൾ 1 ഇവിടെ ഇടാം, 2 ഇവിടെ ഇടാം. ഓക്കെ അല്ലേ? ഓക്കെ, 0.25 2 കൂടെ കിട്ടി. ഇവിടെ എത്ര കിട്ടും? 8 കിട്ടും അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? 4.5 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? ഇടാം 4.5 ഇൻറ്റു 8. 5 8s are 14, 4 8s are 32, 36. അതായത് 36 ഇൻറ്റു 10⁻⁻². യൂണിറ്റ് എന്ത് വരും? ടോർക്കിന്റെ യൂണിറ്റ് ഇവിടെ ജൂൾ ആണ്, മാഗ്നറ്റിക് ഫീൽഡ് യൂണിറ്റ് ടെസ്ലയാണ്. അപ്പോൾ ജൂൾ പെർ ടെസ്ല എന്ന് കിട്ടും. അതായത് എത്ര കിട്ടും? 0.36 ജൂൾ പെർ ടെസ്ല. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ ചെയ്താ 0.36 ജൂൾ പെർ ടെസ്ലയാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 5.2. A short bar magnet of magnetic moment M is equal to 0.32 joule
per Tesla. ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ട് എത്രയാ 0.32 ജൂൾ പെർ ടെസ്ലയാണെന്ന് തന്നിട്ടുണ്ട്. ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.15 ടെസ്ല. മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് 0.15 ടെസ്ലയാണ്. ഇഫ് ദി ബാർ ഈസ് ഫ്രീ ടു റൊട്ടേറ്റ്, ആ ഒരു ബാർ മാഗ്നറ്റ് എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇൻ ദ പ്ലെയിൻ ഓഫ് ഫീൽഡ് വിച്ച് ഓറിയന്റേഷൻ വുഡ് കറസ്പോണ്ട്സ് ടു ഇറ്റ് സ്റ്റേബിൾ ആൻഡ് ബി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവണമെങ്കിൽ ബാർ മാഗ്നറ്റ് എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ ഫീൽഡിന്റെ എലോങ് ഡയറക്ഷൻ ആയിരിക്കണം അല്ലേ. അതായത് സ്റ്റേബിൾ ആവണമെങ്കിൽ അവിടുത്തെ തീറ്റയുടെ വാല്യൂ എത്രയാവണോടാ, 0 ആവണം. ബാർ മാഗ്നറ്റ് അലൈൻ ചെയ്യുന്നത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണെങ്കിൽ അതായിരിക്കും സ്റ്റേബിൾ. അപ്പൊ തീറ്റയുടെ വാല്യൂ എന്താവണം, 0 ഡിഗ്രി ആവണം. ഓക്കെ അല്ലേ, തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് അറിയാം, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് മാഗ്നറ്റ് ഇൻ ഈച്ച് കേസ്. ഓരോ കേസിലെയും പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്നും ക്വസ്റ്റ്യൻ ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -mb sin തീറ്റ, -mb sin തീറ്റ. അപ്പൊ എന്തൊരു മൈനസ് m എത്രയാ 0.32 ഇൻറ്റു ബി എത്രയാ 0.15 ഇൻറ്റു സൈൻ 0 വരും. സൈൻ 0യുടെ വാല്യൂ എത്രയാടാ 1 ആണ്. അപ്പൊ എത്ര കിട്ടും, -0.32 അല്ല, സൈൻ തീറ്റ അല്ല, എത്രയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, -mb cos തീറ്റയാണ് അല്ലേ, -mb cos തീറ്റ. അപ്പൊ എന്ത് വരും, നമുക്കറിയാം m എത്രയാണ്, മാഗ്നറ്റിക് മൊമെന്റ് 0.32 ആണ്, മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് 0.15 ആണ്, ഇൻറ്റു കോസ് തീറ്റ, കോസ് 0 എത്ര വരും, കോസ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പൊ എത്ര കിട്ടൂടാ, -0.32 ഇൻറ്റു 0.15 വരും, അത് -0.048 എന്ന് കിട്ടും, -0.048. ഇനി മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റ് എന്തോ ഇവിടെ, മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റ് ജൂൾ പെർ ടെസ്ലയാണ്. അപ്പൊ ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താ, ടെസ്ലയാണ്. അപ്പൊ ഈ ടെസ്ലയും വെട്ടിപ്പോ എത്ര കിട്ടും, -0.048 ജൂൾ എന്ന് കിട്ടും. ഇത് എപ്പോഴുള്ളതാണ്, നമ്മുടെ ഫസ്റ്റ് കേസിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി നമ്മുടെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ എന്ത് ചെയ്യണം, ബാർ മാഗ്നറ്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, ഓപ്പോസിറ്റ് ആണ്, തീറ്റ 180 ഡിഗ്രി ആവണം. അപ്പൊ എന്ത് ചെയ്യും, തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രിയാണ് എന്താ, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ത് വരും, -mb cos തീറ്റയാണ് നമ്മുടെ ഇക്വേഷൻ. അവിടെ -m എത്രയാ മക്കളെ, m സെയിം തന്നെയല്ലേ, 0.32 ഇൻറ്റു ബി എത്രയാ 0.15 ഇൻറ്റു കോസ് എത്ര വരും, 180 വരും. കോസ് 180യുടെ വാല്യൂ എത്രയാ, -1 ആണ്. അപ്പൊ ആ -1 ഈ മൈനസോടെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്തോ, 0.32 ഇൻറ്റു എത്രയെന്ന് വരും, 0.15 എന്ന് വരും. അത് എത്ര കിട്ടും, 0.048 ജൂൾ എന്ന് കിട്ടും, പ്ലസ് 0.048 ജൂൾ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പൊ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാവുന്നത് എപ്പോഴാണ്, തീറ്റ 0 ആവുമ്പോൾ. അൺസ്റ്റേബിൾ ആവുന്ന തീറ്റ 180 ആവുമ്പോൾ. രണ്ട് കേസിലുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ റിലേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടടാ, നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കണം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -mb cos തീറ്റ. ഓക്കെ അല്ലേ. സ്റ്റേബിൾ ആകുമ്പോൾ തീറ്റയുടെ വാല്യൂ 0, അൺസ്റ്റേബിൾ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി. ഓക്കെ അല്ലേ. Okay, next question. Question number 5.3. A closely wound solenoid of 800 turns and area of cross section 2.5 into 10 raised to -4 meter square carries a current of 3 ampere. Explain the sense in which the solenoid acts like a bar magnet. What is its associated magnetic moment? നമുക്കറിയാം, ഒരു സോളിനോയിഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ, ഒരു സോളിനോയിഡിൽ കൂടെ കറണ്ട് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ സോളിനോയിഡ് എന്തായിട്ട് ആക്ട് ചെയ്യണം, ബാർ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ആ സോളിനോട് എന്ത് ചെയ്യും, ബാർ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം എന്താ, ഇങ്ങനെ ഒരു കറണ്ട് ക്യാരി ചെയ്യുമ്പോൾ ഇതിന് അക്രോസ് ഈ ഒരു ആക്സിസിന് എല്ലാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു ബാർ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി അതിന് അക്രോസ് ഉള്ള നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനാണ് ഇക്വേഷൻ. മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ, NIA. മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഈക്വൽ ടു NIA ആണ്. ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയാണ്, 800 ടേൺസ് അല്ലേ. അപ്പൊ 800 ഇൻറ്റു കറണ്ടിന്റെ വാല്യൂ എത്രയാണ്, 3 ഇൻറ്റു ഏരിയ എത്രയാണ്, 2.5 ഇൻറ്റു 10 raised to -4. ഓക്കെ അല്ലേ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 800 ഇൻറ്റു 3 നമുക്ക് 2400 എന്ന് എഴുതാം. ഇൻറ്റു 2.5 നമുക്ക് 5/2 എന്ന് എഴുതാം. ഇൻറ്റു 10 raised to -4. ഇതും വെട്ടിയാൽ 12 കിട്ടും. 12 ഇൻറ്റു 5 എത്രയാ, 60 ആണ്. അപ്പൊ 6 ഇൻറ്റു 10 raised to 3 ഇൻറ്റു 10 raised to -4. അത് എത്ര കിട്ടും, 6 ഇൻറ്റു 10 raised to -1 വരും. അത് എത്ര കിട്ടും, 0.6 എന്ന് കിട്ടും. എത്ര കിട്ടും, 0.6 എന്ന് കിട്ടും. 0.6 ആംപിയർ മീറ്റർ സ്ക്വയർ. അതാണ് എന്ത്, മാഗ്നറ്റിക് മൊമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 5.4. If the solenoid in exercise 5.5 is free to turn about the vertical direction and a uniform horizontal magnetic field of 0.25 Tesla is applied. അതായത് 5.5 നമ്മൾ ഇപ്പൊ കണ്ട ആ ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഇത് നേരത്തെ NCERT-യിൽ ഇത് 5.5 ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെ 5.5 എന്ന് എടുക്കാം. നമുക്ക് എന്താക്കാം, 5.3 എന്നാക്കാം.
അപ്പോൾ 5.3 കണ്ട സോളിനോയിഡ് എന്ത് ചെയ്യുക, ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിൽ ടേൺ ചെയ്യാണ്, ഫ്രീ ടു ടേൺ. അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? 0.25 ടെസ്ലയാണ് നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ഓൺ ദി സോളിനോയിഡ് വെൻ ഇറ്റ്സ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ്? അപ്പോൾ ടോർക്ക് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? എം ബി സൈൻ തീറ്റ, എം ബി സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ എം അറിയണ്ടേ? എം അറിയണമെങ്കിൽ നമുക്കറിയാം ഈ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് മൊമെന്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 0.6. അപ്പോൾ എന്തൊരു ഇവിടെ 0.6 ഇൻറ്റു ബി എത്രയാ? 0.25 ഇൻറ്റു സൈൻ തീറ്റ എത്രയാ മക്കളെ? 30. അപ്പോൾ സൈൻ 30 ഈസിക്കൽ ടു 0.6 ഇൻറ്റു 0.25 ഇൻറ്റു സൈൻ 30 1/2 ആണ്. ഇതും വെട്ടുമ്പോൾ 3 കിട്ടും. 0.3 ഇൻറ്റു 0.25 എത്ര കിട്ടൂടാ? 75 ഇൻറ്റു, അത് 3 ഇൻറ്റു 25 75 ഇൻറ്റു എന്ത് എഴുതാ മതി? 10⁻³ കൊടുത്താൽ മതി. അത് എത്ര കിട്ടും? 0.075 എന്ന് കിട്ടും. 0.075 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് ഇവിടുത്തെ ടോർക്ക് എന്ന് പറയുന്നത്. ജൂൾ ഇട്ട് കൊടുക്കാം. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ല, അപ്പൊ ജൂളില്ല. അപ്പൊ 0.075 ജൂൾ. ഓക്കെ അല്ലേ? ടോർക്ക് നമുക്ക് കിട്ടി. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 5.5. A bar magnet of magnetic moment 1.5 joule per Tesla lies aligned with the direction of uniform magnetic field of 0.22 Tesla. അതായത് ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എത്ര തന്നിട്ടുണ്ട്? 1.5 ജൂൾ പെർ ടെസ്ല തന്നിട്ടുണ്ട്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബിയുടെ വാല്യൂ 0.22 ടെസ്ലയും നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. What is the amount of work required by an external torque to turn the magnet so as to align its magnetic moment? എത്രയാണ് നമ്മൾ കൊടുക്കേണ്ട വർക്ക്? അതായത് ആ ഒരു മാഗ്നറ്റ് എന്ത് ചെയ്യാൻ, അലൈൻ ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട വർക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് എന്താണ്? നോർമൽ ടു ദ ഫീൽഡ് ഡയറക്ഷൻ. ആ ഫീൽഡിന് നോർമൽ ആയിട്ട് നമുക്ക് ടേൺ ചെയ്യണം. ആദ്യം ഉള്ള ആംഗിൾ തീറ്റ അപ്പോൾ എത്രയായിരിക്കും? 0 ആയിരിക്കും. 0 ഡിഗ്രി ആയിരിക്കും തീറ്റ 1. തീറ്റ 2 ഇപ്പൊ എത്രയായി? എത്ര ഡിഗ്രിയിലാണ് എനിക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത്? 90 ഡിഗ്രി. നോർമൽ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി. അപ്പൊ തീറ്റ 2 90 ഡിഗ്രി ആയി. ഇത്രയും റൊട്ടേറ്റ് ചെയ്യാൻ ഞാൻ കൊടുക്കേണ്ട വർക്കിന്റെ ഇക്വേഷൻ ആ ക്വസ്റ്റ്യൻ. വർക്കിന്റെ ഇക്വേഷൻ എന്താ? വർക്ക് ഈസ് ഈക്വൽ ടു -mb cos തീറ്റ 2 മൈനസ് കോസ് തീറ്റ 1. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? അതെ. അപ്പൊ എന്ത് വരും? മൈനസ് എം എത്രയാ മക്കളെ? 1.5 ഇൻറ്റു ബി എത്രയാണ്? 0.22 ഇൻറ്റു കോസ് തീറ്റ 2 എത്രയാണ്? കോസ് 90 മൈനസ് കോസ് തീറ്റ 1 എത്രയാ? കോസ് 0. കോസ് 90യുടെ വാല്യൂ എത്രയാ? 0 ആണ്. കോസ് 0യുടെ വാല്യൂ എത്രയാ? 1 ആണ്. അപ്പൊ എന്ത് വരും ഇവിടെ? മൈനസ് 1.5 ഇൻറ്റു 0.22 ഇൻറ്റു 0 മൈനസ് 1 എന്ന് വരും. ഈ -1 മൈനസൂടെ എന്തായി പോകും? പ്ലസ് ആയി പോകും. എത്ര കിട്ടും? 1.5 ഇൻറ്റു 0.22 എത്ര കിട്ടൂടാ? 0.33 ജൂൾ എന്ന് കിട്ടും. എത്ര കിട്ടും? 0.33 ജൂൾ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇതിൽ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയത്. ഇതിൽ എയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കണ്ടേ നമുക്ക്? എയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കണം. അപ്പൊ എന്ത് ചെയ്തൊന്ന് സൈഡിലോട്ടാക്കാം. എയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ള? ഓപ്പോസിറ്റ് ടു ദ ഫീൽഡ് ഡയറക്ഷൻ. ആ ഒരു ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അപ്പൊ അവിടെ തീറ്റ 1 എത്രയാണ്? 0 ഡിഗ്രി ആണ്. തീറ്റ 2 എത്രയും മക്കളെ? 180 ഡിഗ്രി ആയി. വർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? -mb cos തീറ്റ 2 എത്രയാ? cos 180 മൈനസ് cos തീറ്റ 1 എത്രയാ? cos 0 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് മൈനസ് എം എത്രയാ? 1.5 ഇൻറ്റു 0.22 ഇൻറ്റു cos 180 എത്രയാണ്? -1 ആണ്. -1 മൈനസ് cos 0 എത്ര? അത് 1 ആണ്. അപ്പൊ -1 എത്ര കിട്ടും? -2 എന്ന് കിട്ടും. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? -1.5 ഇൻറ്റു 0.22 ഇൻറ്റു -2 എന്ന് കിട്ടും. അതായത് മൈനസ് എന്തായി പോകും? പ്ലസ് ആയി പോകും. 1.5 ഇൻറ്റു 0.22 ആണെങ്കിൽ എത്രയാ? 0.33 ആണ്. 0.33യുടെ കൂടെ ഒരു 2 കൂടെ വരും. എത്ര കിട്ടും? 0.66 ജൂൾ എന്ന് കിട്ടും. 0.66 ജൂൾ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസും കിട്ടി, സെക്കൻഡ് കേസും കിട്ടി. ഇനി വാട്ട് ഈസ് ദ ടോർക്ക് ഓൺ ദി മാഗ്നറ്റ് ഇൻ കേസസ് 1 and 2? ഈ 1ലും 2ലും ഉണ്ടാവുന്ന ടോർക്ക് ഇപ്പൊ നമ്മൾ വർക്കാ കണ്ടുപിടിച്ച ടോർക്ക് എത്രയാന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ബി പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ടോർക്ക് ഇൻ ഫസ്റ്റ് കേസ്. നമ്മൾ ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? mb sin തീറ്റയാണ് അല്ലേ? അപ്പൊ എം എത്രയാ ഇവിടെ? എം എന്ന് പറയുന്നത് 1.5 ആണ്. ബി എത്രയാണ്? 0.22 ആണ്. ഇൻറ്റു സൈൻ ഫസ്റ്റ് കേസിൽ തീറ്റ 2 അല്ലേ തീറ്റ ആയിട്ട് എടുക്കേണ്ടത്? തീറ്റ 2 എത്രയാണ്? 90 ആണ്. സൈൻ 90 എന്ന് കിട്ടും. സൈൻ 90യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പൊ എത്ര വരും? 1.5 ഇൻറ്റു 0.22 എത്ര കിട്ടും? 0.33 എന്ന് കിട്ടും. 0.33 ആണ് ഇവിടുത്തെ ടോർക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് കേസിലെ ടോർക്ക് എത്രയാവും? ടോർക്ക് ഈസ് ഈക്വൽ ടു mb sin തീറ്റ തന്നെയാ. അവിടെ എം എത്രയാ? 1.5 ആണ്. ബി എത്രയാ? 0.22 ആണ്. തീറ്റ അവിടെ എത്രയാ? അവിടെ 180 ആവും അല്ലെ? തീറ്റ 2 ആണ് ഇവിടെ തീറ്റയായിട്ട് എടുക്കുന്നത്. അത് എത്രയാ? 180 ആവും. സൈൻ 180യുടെ വാല്യൂ എത്രയാണ്? സൈൻ 180 എന്ന് പറയുമ്പോൾ അത് 0 ആണ്. അപ്പൊ എത്ര വരും? ഇത് ഫുള്ള് 0 ആയി പോകും. ടോർക്ക് എത്രയാവും? 0 ആവും.
ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ടോർക്ക് ചോദിച്ചാലും നമുക്ക് പറയാം ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? MB sin തീറ്റ. ഇനി നമുക്ക് വർക്ക് ചോദിക്കുന്നെങ്കിൽ വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മൈനസ് MB cos തീറ്റ 2 മൈനസ് cos തീറ്റ 1. ഓക്കെ അല്ലേ? ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. Question number 5.6. A closely wound solenoid of 2000 turns and area of cross section 1.6 into 10 raised to minus 4 meters square, carrying a current of 4 ampere, is suspended through its center, allowing it to turn in a horizontal plane. അതായത് ഒരു ക്ലോസ്ലി വൗണ്ട് സോളിനോയിഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് എത്ര ടേൺസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 2000. അതായത് എന്നിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 2000 ആണ്. ഇനി അതിൻ്റെ അകത്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്റെ വാല്യൂ എത്രയാ മക്കളെ? 1.6 into 10 raised to minus 4 meter square ആണ്. അതിൽ കൂടെ ഒഴുകുന്ന കറണ്ടിന്റെ വാല്യൂ എത്രയാ? I is equal to 4 ampere ആണ്. ഇതിങ്ങനെ എന്ത് ചെയ്യുക? ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഫ്രീ ടു റൊട്ടേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കാം. ഇനി വാട്ട് ഈസ് ദ മാഗ്നറ്റിക് മൊമെന്റ് അസോസിയേറ്റഡ് വിത്ത് ദ സോളിനോയിഡ്? അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ എന്താ? N ടേൺസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ എന്താണ്? NIA അല്ലെ? അല്ലെങ്കിൽ IA N ടേൺസ് ഉണ്ടെന്ന് പറഞ്ഞാൽ NIA. അപ്പൊ എന്നിന്റെ വാല്യൂ ഇവിടെ എത്രയാ? 2000 ഇൻറ്റു കറണ്ടിന്റെ വാല്യൂ എത്രയാ? 4 ആംപിയർ ഇൻറ്റു ഏരിയ എത്ര മക്കളെ? മീറ്റർ സ്ക്വയറിൽ തന്നെയാണ് 1.6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4 മീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് ചെയ്യുമ്പോൾ നമുക്കറിയാം 2 ഇൻറ്റു 4 8, 8 ഇൻറ്റു 1.6 എന്ന് പറയുമ്പോൾ അറൗണ്ട് എത്ര കിട്ടും? നമുക്ക് ചെയ്ത് നോക്കാം. 16 ഇൻറ്റു 8, 6 8s are 48, 4 1 2 4. അപ്പോൾ എത്ര കിട്ടും? 12.8 എന്ന് കിട്ടും. 12.8 ഇൻറ്റു ഇവിടെ ഒരു 10 റേസ് ടു 3 ഉണ്ട്, ഇവിടെ ഒരു 10 റേസ് ടു മൈനസ് 4 ഉണ്ട്. അപ്പോൾ 10 റേസ് ടു മൈനസ് 1 ആംപിയർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റും ആയി എത്രയാണ്? ആംപിയർ മീറ്റർ സ്ക്വയർ. ഇത് നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.28 ആംപിയർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. മാഗ്നറ്റിക് മൊമെന്റ് കിട്ടിയല്ലോ. ഓക്കെ. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദി ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ ദി സോളിനോയിഡ് ഇഫ് എ യൂണിഫോം ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 7.5 into 10 raised to minus 2 Tesla is set up at an angle of 30 degree with the axis of the solenoid. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഫോഴ്സും ടോർക്കും കണ്ടുപിടിക്കണം. ആ ഒരു സോളിനോയിഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ടോർക്കും കണ്ടുപിടിക്കണം. എത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് തന്നിട്ടുണ്ട്? അതിന് 7.5 into 10 raised to minus 2 Tesla തന്നിട്ടുണ്ട്. ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 30 ഡിഗ്രി ആണ്. ആ ഒരു സോളിനോയിഡ് ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ പറയാം ഇവിടുത്തെ ഫോഴ്സ് 0 ആയിരിക്കും. നമുക്ക് പറയാൻ എന്താ? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താ? യൂണിഫോം ആണ്. മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ആണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും മക്കളെ? 0 ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് ആ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് പറയാം ഫോഴ്സിന്റെ വാല്യൂ എത്രയാ? 0 ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോർക്ക് കണ്ടുപിടിക്കണം. അവിടെ എന്തായാലും എന്ത് ആക്ട് ചെയ്യും? ഒരു ടോർക്ക് ആക്ട് ചെയ്യും. ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? ടോ ഈസ് ഈക്വൽ ടു MB sin തീറ്റ. ഇവിടെ എമ്മിന്റെ വാല്യൂ എത്രയാണ്? നമുക്കിപ്പോൾ കിട്ടി 1.28 ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാ? 7.5 into 10 raised to minus 2 Tesla into sin തീറ്റ എത്ര മക്കളെ? 30. അപ്പോൾ sin 30 എത്രയാണ്? 1/2 ആണ്. അപ്പോൾ എത്ര കിട്ടും? ഈ 2ഉം 1.28ഉം കൂടെ വെട്ടി എത്ര വരും? 0.64 വരും. 0.64 into 7.5 into 10 raised to minus 2 എന്ന് കിട്ടും. ഇത് എത്ര കിട്ടും? ഇത് അറൗണ്ട് ഒരു 4.8 into 10 raised to minus 2 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. 0.64 into 7.5 ചെയ്യുമ്പോൾ 4.8 കിട്ടും. അപ്പോൾ 4.8 into 10 raised to minus 2 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ടോർക്കും കിട്ടി. ഫോഴ്സ് എത്രയാണ്? 0 ആണ്. നമ്മൾ മാഗ്നറ്റിക് മൊമെന്റും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ നോട്ട് ചെയ്യണം. M is equal to NIA. ടോർക്ക് നോട്ട് ചെയ്യണം. ടോർക്ക് is equal to MB sin തീറ്റ. ഫോഴ്സ് 0 ആണെന്ന് നോട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 5.7. A short bar magnet has a magnetic moment of 0.48 joule per Tesla. Give the direction and magnitude of the magnetic field produced by the magnet at a distance of 10 cm from the center of the magnet on the axis, the equatorial lines of the magnet. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും കണ്ടുപിടിക്കണം. ആക്സിസിൽ എന്ത് കണ്ടുപിടിക്കണം? ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ്, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം. അതൊരു ഇക്വറ്റോറിയൽ ലൈനിലെ ഡിസ്റ്റൻസ്, ഇക്വറ്റോറിയൽ പ്ലെയിനിൽ നിന്ന് ഡിസ്റ്റൻസ് ഒരു 10 സെന്റിമീറ്റർ മുകളിലോട്ടാണെങ്കിലുള്ള അപ്പോൾ ഉള്ള മാഗ്നറ്റിക് ഫീൽഡും എന്ത് കണ്ടുപിടിക്കണം? ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ആക്സിസ് ചെയ്ത് നോക്കാം. ആക്സിസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ? μ0/4π into 2m divided by r³ ആണ് അല്ലേ? ഇനി ആക്സിസിലാകുമ്പോൾ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? സൗത്ത് ടു നോർത്ത് ആയിരിക്കും. സൗത്ത് ടു നോർത്ത് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറ μ0/4π into 2m/r³. μ0 എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിബിലിറ്റി. അതിന്റെ വാല്യൂ എത്രയാണ്? റിലേറ്റീവ് പെർമിബിലിറ്റി എത്ര കിട്ടും? 4π into 10 raised to minus 7 divided by 4π into 2 into മാഗ്നറ്റിക് മൊമെന്റ് എത്ര തന്നിട്ടുണ്ട്? 0.48 ഡിവൈഡഡ് ബൈ ആർ എത്ര മക്കളെ? 10 സെന്റിമീറ്റർ എന്നാ തന്നിട്ടുള്ളൂ. അപ്പൊ അതിന് എന്തിലാക്കണം? മീറ്ററിലാക്കണം. മീറ്ററിലാക്കാൻ എന്ത് ചെയ്യും? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എത്ര കിട്ടും? 0.1 മീറ്റർ എന്ന് കിട്ടും.
ഓക്കെ അല്ലേ? 0.1 എന്ന് പറഞ്ഞാൽ 10⁻⁻1 അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എത്ര എഴുതാം? 10⁻⁻1 the whole cube എന്ന് എഴുതാം. ഈ 4π എന്ത് ചെയ്യും? വെട്ടിപ്പോവും. 2 × 0.48 എന്ന് പറഞ്ഞാൽ 0.96 ആണ്. 0.96 ഇൻറ്റു 10⁻⁻7 ഇൻറ്റു താഴെ എന്തുണ്ട്? ഒരു 10⁻³ ഉണ്ട്. അത് മുകളിൽ ചെല്ലുമ്പോൾ 10⁻³ ആവും. അപ്പൊ ഇത് എത്ര വരും? 0.96 ഇൻറ്റു 10⁻⁻4 ടെസ്ല എന്ന് വരും. വരത്തില്ലേ? 0.96 ഇൻറ്റു 10⁻⁻4 ടെസ്ലയാണ് എന്താ? ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതിനെ ഗോസിൽ എഴുതുകയാണെങ്കിൽ നമുക്കറിയാം 10⁻⁴ ടെസ്ലയാണ് എന്താ? ഒരു ഗോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ത് വരും? 0.96 ഗോസ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഏത് നോക്കാടാ? ഇക്വറ്റോറിയൽ പ്ലെയിനിൽ നോക്കാം. ഇക്വറ്റോറിയൽ ആകുമ്പോൾ ബിയുടെ വാല്യൂ എത്രയാ? അല്ലെങ്കിൽ ഇക്വേഷൻ എന്താ? μ0/4π ഇൻറ്റു m/r³. അവിടെ ഒരു 2 ഇല്ല. μ0/4π ഇൻറ്റു m/r³. ഇവിടെ നമ്മുടെ മാഗ്നറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? നോർത്ത് ടു സൗത്ത് ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? നോർത്ത് ടു സൗത്ത് ആയിരിക്കും. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. μ0 എന്ന് പറഞ്ഞാൽ എന്താ? 4π ഇൻറ്റു 10⁻⁻7 ഡിവൈഡ് ബൈ 4π ഇൻറ്റു m എത്രയാണ്? മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുമ്പോൾ 0.48 ഡിവൈഡഡ് ബൈ r³. ആറിന് വ്യത്യാസം ഉണ്ടോ? 10⁻⁻1 തന്നെ. അതിന്റെ ക്യൂബ് എടുക്കുമ്പോൾ 10⁻⁻3. 4π വെട്ടിപ്പോവും. 0.48 ഇൻറ്റു 10⁻⁻3 മുകളിൽ ചെല്ലുമ്പോൾ 10⁻³ ആവും. 10⁻³ ഇൻറ്റു 10⁻⁻1 10⁻⁻4 ടെസ്ല എന്ന് കിട്ടും. അപ്പൊ 0.48 ഇൻറ്റു 10⁻⁻4 ടെസ്ല. ഇത് ഗോസിൽ എഴുതുമ്പോൾ എത്ര വരും? 0.48 ഗോസ് എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പറഞ്ഞു. ഇക്വറ്റോറിയൽ ആകുമ്പോൾ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പറഞ്ഞു. ഇവിടെ രണ്ട് ഇക്വേഷനും നോട്ട് ചെയ്യണം. ആക്സിയൽ ആകുമ്പോൾ μ0/4π ഇൻറ്റു 2m/r³. ഇക്വറ്റോറിയൽ ആകുമ്പോൾ μ0/4π ഇൻറ്റു m/r³. രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യണം മക്കളെ? നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എത്ര എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? 7 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് ജിയോ അതായത് എർത്തിന്റെ മാഗ്നറ്റിസം ഒക്കെ എന്താ? ഡിലീറ്റഡ് ടോപ്പിക്കാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒന്നും എന്തില്ല? ഇവിടെ വന്നിട്ടില്ല. നമുക്ക് നോക്കാനുള്ള ബാർ മാഗ്നറ്റ് ആക്ടിങ് ആസ് എ സോളിനോട് ആ ഒരു ടോപ്പിക്കും പിന്നെ ഇതിന്റെ അകത്ത് വരാത്ത കുറച്ചുണ്ട്. മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റിക് ഹിസ്റ്ററേസിസ്, ലൂപ്പ്, അതൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്നും കൂടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുക, തിയറി സെറ്റ് ആക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.